ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമെന്റർ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മാത്സ് എക്സ്പ്രസ് ഫോർ റെയിൽവേസിന്റെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മുടെ റേഷ്യോ ആൻഡ് പ്രപ്പോർഷന്റെ ഓൾറെഡി 3 ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കണ്ടിട്ട് തന്നെ അടുത്ത ക്ലാസ്സിന് വരിക. റെയിൽവേ എക്സാംസിന് ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മാത്സിന്റെ ബാച്ചാണിത്. ഇപ്പോൾ റെയിൽവേ എക്സാംസിന് 0 ലെവൽ മുതൽ ഹൈ ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ്, റെയിൽവേക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇത് SSC എക്സാംസിനും യൂസ്ഫുൾ ആണ്. എസ്പെഷ്യലി ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് റെയിൽവേ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് മുമ്പത്തുള്ള ക്ലാസ്സുകളൊക്കെ കണ്ട് നോട്ട് എഴുതി നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പം നമ്മുടെ ചാനൽ അറിയാത്തവർക്കെല്ലാം വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ക്വാളിറ്റി കണ്ടന്റ്സ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ചാനലിൽ ഒരുപാട്, നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാത്ത രീതിയിലുള്ള ക്ലാസ്സുകൾ, അത് അർജുന ബാച്ച് ആയിക്കോട്ടെ, ഒലിവോണിന്റെ ലൈവ് സൊല്യൂഷൻ ആയിക്കോട്ടെ, ഈ ക്ലാസ്സുകളായിക്കോട്ടെ, ഏകലവ്യ ആയിക്കോട്ടെ, അങ്ങനത്തുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇതുവരെ നിങ്ങൾ പഠിച്ചതല്ല, കോമ്പറ്റേറ്റീവ് മാത്സിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ എക്സാം എഴുതണം, എല്ലാ കാര്യങ്ങളും ഈ ഒരു ചാനൽ ചെയ്യുന്നുണ്ട്. അതിനി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് എക്സാം എഴുതുന്ന എല്ലാവർക്കുമായിട്ടാണ്, സെൻട്രൽ ഗവൺമെന്റ് എക്സാം എഴുതുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കുമായിട്ട് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ക്ലാസ് ഞാൻ ചെയ്യുന്നതിന്റെ ഒരു എഫേർട്ട് എല്ലാവർക്കുമായിട്ട്, എൻ്റെ ഗുണം എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ റേഷ്യോയെ പറ്റി എല്ലാം പറഞ്ഞു, നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമ്മൾ ഒരു 7 ടൈപ്പ് പഠിച്ചു. 7 ടൈപ്പ് റേഷ്യോയിലെ 7 ടൈപ്പ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ അറിയാത്തവർ അത് കണ്ടിട്ട് വേണം ബാക്കി കാണാൻ. നോട്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ഒരു 3 ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഈ ചാനലിലുള്ള എല്ലാ ക്ലാസ്സുകളും കാണാൻ നിങ്ങൾ എന്ത് ചെയ്യും, തുടങ്ങും. അതെന്റെ ഉറപ്പാണ്. ഓക്കെ, 2 numbers are in the ratio 3:2. 8 and 6 are subtracted from the first and second number respectively. Ratio becomes 8:5. നമ്പേഴ്സ് എന്താണെന്ന് ഞാൻ ചോദിച്ചേക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ഓപ്ഷൻ വഴി ചെയ്യാം. ഓപ്ഷൻ വഴി ചെയ്യുന്നത് തരും. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ തോന്നുന്നല്ലോ. ഈ ക്വസ്റ്റ്യൻ 3:2 റേഷ്യോയിൽ വേണം. ഇത് 3:2 ആണ്. ഇതിനകത്ത് 8 കുറയ്ക്കണം, 6 കുറയ്ക്കണം. ഒരിക്കലും എന്ത് വരത്തില്ല, പുതിയ റേഷ്യോ. ഇതിനകത്ത് 8 കുറച്ച് മൈനസ് ആയിപ്പോ. ഇത് 24 16 3:2 ആണോ? അതെ. 40 30 4:3 ആണ്. 32 ഇതും 8 വെച്ച് കിട്ടുമ്പോൾ 4:3 ആണ്. അപ്പൊ ഇതല്ല, അങ്ങനെയുള്ള ബാക്കി ഓപ്ഷൻ ഇതേ ഉള്ളൂ. ആദ്യത്തെ 8 കുറയ്ക്കുമ്പോൾ 16 വരും. 16 4 കുറയ്ക്കും 10 വരും. 16 10 എത്ര വരും? ടേസ്റ്റ് 5. അപ്പൊ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ചാനലിൽ കിടപ്പുണ്ട്. എങ്ങനെയാണ് മാത്സ് പഠിച്ചു തുടങ്ങേണ്ടത്, എങ്ങനെയാണ് DTSM അപ്ലൈ ചെയ്യുന്നത്, എന്താണ് ഡെയിലി മാത്സിന്റെ എക്സസൈസ്, അതെല്ലാം നിങ്ങളുടെ കാൽക്കുലേഷൻ സീരീസ് എന്ന് പറഞ്ഞൊരു കാൽക്കുലേഷൻ ട്രിക്ക് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ചാനലെടുത്ത് നോക്കുക. നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതെല്ലാം എന്ത് ചെയ്യുക, എടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ വഴി, ബൈ ഓപ്ഷൻ ഈസി ആയിട്ട് ചെയ്യാം. ഇനി നമ്മുടെ റേഷ്യോ മെത്തേഡിൽ എങ്ങനെ ചെയ്യുന്നത്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ അടുത്തടുത്തുള്ള മൾട്ടിപ്ലൈ 3:2 3 × 5 8 × 8 × 2 16 - 15 1 കിട്ടും. ഒരു യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അടുത്തടുത്തുള്ളത് 8 × 5 8 × 5 40, 8 × 6 48, 40 - 48 48 - 40 8 എന്ന് കിട്ടും. 1ന്റെ വാല്യൂ 8 ആണ്. അങ്ങനെ 3ന്റെ വാല്യൂ 24, 2ന്റെ വാല്യൂ 16. പേനെ എടുക്കാതെ എന്ത് ചെയ്യാൻ പറ്റും, പെൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ എങ്ങനെ നമ്മൾ ചെയ്ത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. 3:2 ഫൈനൽ റേഷ്യോ 8:5. അതായത് അടുത്തടുത്തുള്ള അല്ലെങ്കിൽ ദൂരമുള്ളത് 3 × 5, അതാണ് 3 × 5. 2 × 8 അകത്തുള്ളത് 2 × 8 16, 16 - 15. ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ്. എവിടുത്തെ 1 യൂണിറ്റ്? ഇവിടുത്തെ 1 യൂണിറ്റ്. യൂണിറ്റ് എന്താണെന്നും റേഷ്യോ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഈ 1 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 2 സബ്ട്രാക്ട് ആണ്ട് പ്ലസ് ആയിരിക്കും. അപ്പൊ 8ഉം 6ഉം എന്ത് ചെയ്യാം, 8 × 6 8 × 5. അതായത് 8 × 5 8 × 6 ദൂരമുള്ളത്. ഇതും പുറത്തുള്ളതും അകത്തുള്ളതും മൾട്ടിപ്ലൈ ചെയ്യുക, ഡിഫറൻസ് എടുക്കുക. അപ്പോൾ 40 48 - 40 8 എന്ന് വരും. ഒന്നിന്റെ വാല്യൂ 8 ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ 3 യൂണിറ്റ് ആണ്. 3 × 24. ഈ നമ്പർ 2 യൂണിറ്റ് ആണ്. 2 × 8 16. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് ഓപ്ഷന്റെ സഹായത്തോടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ ഓപ്ഷൻ വഴി നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 numbers are in the ratio വന്നിട്ടുണ്ട്. 9 is added to the greater number. 5 is subtracted from the smaller number. The greater number becomes thrice the smaller number. Find the numbers. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 9:5 നമുക്ക് ഓപ്ഷൻ വഴി ആദ്യം നോക്കാം. 9:5 കിടക്കുന്ന ഓപ്ഷൻ ഏതുണ്ട്? ഇത് 4 വെച്ച് കിട്ടുമ്പോൾ 2 വെച്ച് കിട്ടുമ്പോൾ ഇല്ല, ഇത് പെട്ടെന്ന് 2 വെച്ച് കിട്ടുമ്പോൾ എത്ര? 18:5 ആണ്. അപ്പോൾ ഇതല്ല. ഫൈൻഡ് ദ നമ്പേഴ്സ്. 72 10 2 വെച്ച് കിട്ടുമ്പോൾ 36 റേഷ്യോ 5 ആണ്. ഇത് 6 റേഷ്യോയിലല്ല. ഇത് 2 വെച്ച് കിട്ടുമ്പോൾ 9:5 ആണ്. ഇത് 4 വെച്ച് കിട്ടുമ്പോൾ 9:5 ആണ്. ഇത് 2 ഏതാണ്? ഇഫ് 9 is added to the greater number, 18 9 കൂട്ടി 27. 5 is subtracted from the smaller number, 10 5 കുറച്ചു 5.
സ്മോളർ നമ്പർ ദ ഗ്രേറ്റർ നമ്പർ ബിക്കംസ് ത്രൈസ് ദ സ്മോൾ നമ്പർ. 5ന്റെ 3 മടങ്ങാണോ 27 ആകും. ഈ ഓപ്ഷനല്ല, ഓപ്ഷൻ ഡി എന്ത് ചെയ്തു നമ്മൾ ചെയ്തു. അപ്പൊ ഇങ്ങനെയായിരിക്കും നിങ്ങൾ ഇത് എക്സാമിന് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമ്മുടെ ഒറിജിനൽ മെത്തേഡ് എങ്ങനെ? ഒറിജിനൽ മെത്തേഡ് ഇതാണ്. ഓപ്ഷൻ വഴി ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുറേ പേർക്ക് ഇതൊന്നും അറിയില്ല. അവർ ക്വസ്റ്റ്യൻ വായിച്ച് എന്ത് ചെയ്യും, എക്സും വൈകിട്ടൊക്കെ എഴുതി തുടങ്ങും. നിങ്ങൾ എൻ്റെ സ്റ്റുഡൻസ് ഒരിക്കലും, ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ സ്റ്റുഡൻസ് ഒരിക്കലും ഇതുപോലെ ചെയ്യരുത്. അതായത് ഓപ്ഷൻ വഴി തന്നെ ചെയ്യുക. ഓപ്ഷൻ വഴി ചെയ്താൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് ടൈം നിങ്ങൾ ലാഭിക്കാം. നിങ്ങളുടെ മൈൻഡ് അത്രയധികം എന്ത് ചെയ്യത്തില്ല, കാൽക്കുലേഷൻ എഴുതി ഒരുപാട് പോകേണ്ടി വരത്തില്ല. കൂടുതൽ ക്വസ്റ്റ്യൻസ് വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാം. ഒരു ദിവസം ഇപ്പം ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്താൽ കുറേ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കുറച്ച് സമയത്തിനുള്ളിൽ കുറേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ മെത്തേഡ് എന്താണ്? നമ്മുടെ ബേസിക് ആണ്, ബാക്കിയുള്ള ഒരു ഷോർട്ട് കട്ടായിട്ട് പറയുന്നത്. ഇപ്പോൾ ബേസിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 9:5 കയറുന്നു. ഫൈനൽ റേഷ്യോ എന്തായി? ത്രൈസ് ഗ്രേറ്റർ നമ്പർ ബിക്കം ത്രൈസ് ദ സ്മോൾ നമ്പർ. അപ്പോൾ ഇത് ഗ്രേറ്റർ നമ്പർ, ഇതാണ് ഗ്രേറ്റർ നമ്പർ. അപ്പോൾ ഇത് 3:1 ആയി, 3 മടങ്ങ്. അപ്പോൾ ഫസ്റ്റ് എന്തായത്? 9 is ആഡ്. അപ്പോൾ സാധനം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ മൈനസ് കൊടുക്കും. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. 5 സബ്ട്രാക്ട്. 5 എന്ത് ചെയ്യും? പോസിറ്റീവ് കൊടുക്കും. ക്രോസ് ചെയ്യുക. 9ഉം 15. 15 - 9 6 യൂണിറ്റ് എന്ത് കിട്ടും? 15 - -9. 15 ഇങ്ങനെ ആയിരിക്കും ക്രോസ് ചെയ്യുന്നത്. 9. ഓക്കെ, അത് ക്രോസ് ചെയ്താൽ മതി. ഓക്കെ, 15 - -9. അപ്പോൾ 15 + 9 24. 6ന്റെ വാല്യൂ 24. 1ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4 ആണ്. 9ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 9, 4 36. 5ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവ് വാല്യൂ കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യുക? ഇതെടുക്കുക. അത് നിങ്ങൾ എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഇവിടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? ഈ രീതിയിൽ ക്രോസ് ചെയ്യും. അതായത് ഈ മൈനസ് വരുന്ന സാധനം എന്ത് ചെയ്യണം? മൈനസ് വരുന്ന സാധനം നമുക്ക് രണ്ടാമത് വരുന്ന രീതിയിൽ. ഓക്കെ, മൈനസ് അങ്ങനെ എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യേണ്ട, ഇതും ചെയ്യേണ്ട ആവശ്യമില്ല, കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഓപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. അതിന് ഡെയിലി മാത്സിന്റെ എക്സസൈസ് ഒക്കെ ചെയ്യണം. അതൊക്കെ ചെയ്യണം. അങ്ങനെ ഒരു കഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് മാത്സ് നല്ല രീതിയിൽ സെറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ 2 numbers is 5. If 25 is subtracted. ഓക്കെ, ഇപ്പോൾ കുറെ പേര് ചോദിച്ചു യൂട്യൂബിൽ ഫുൾ ക്ലാസ്സുകളുള്ള ചാനലില്ലെന്ന്. ഇപ്പോൾ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ഫുൾ സാധനം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു ലെവലിൽ പഠിക്കണം. അല്ലാതെ എല്ലാ ചാപ്റ്ററിന്റെ ഒരു 2 മണിക്കൂർ വെച്ചുള്ള ക്ലാസ്സുകളല്ല ഫുൾ മാത്സ് എന്ന് പറയുന്നത്. അപ്പം അതിന് ഇപ്പം ജോമെട്രി സംതിങ് ഒക്കെ ആണെങ്കിൽ 10-12 മണിക്കൂറുണ്ട്. ഈ പെർസെൻറ്റേജ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 6-10 മണിക്കൂറോളം പഠിക്കാനുള്ള കണ്ടന്റുകളുണ്ട്. അപ്പം അത് 10 മണിക്കൂറിലും മലയാളത്തിൽ ഒരു ചാനലും ഇല്ല. അപ്പോൾ ആ ലെവലിൽ പഠിക്കണം. ഞാൻ പഠിപ്പിക്കുന്ന 10 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കുറേ സ്ഥലത്തെ 20 മണിക്കൂറിന് തുല്യമാണ്. ആ ലെവലിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അർജുന ബാച്ച് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിലെ പെർസെൻറ്റേജിന്റെ ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. പെർസെൻറ്റേജിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു കമന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? പിൻ ചെയ്തിരിക്കുന്ന കമന്റിന്റെ റിപ്ലൈ വായിച്ചു നോക്കുക. അതിനകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ഫുൾ മാർക്ക് വാങ്ങാൻ ഉള്ള കാര്യങ്ങളെല്ലാം. അതെല്ലാം നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, ഉപയോഗപ്പെടുത്തുക. ഡിഫറൻസ് ബിറ്റ്വീൻ 2 numbers വന്നിട്ട് 5 ആണ്. ഇഫ് 25 സബ്ട്രാക്റ്റഡ് ഫ്രം ദ സ്മോളർ നമ്പർ ആൻഡ് 20 is added to the greater number, the ratio becomes 1:2. What is the greater number? അപ്പോൾ ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് എക്സ് ഒന്നും ഇടാതെ ചെയ്യാൻ പറ്റത്തില്ല. എക്സ് അല്ല, അല്ലെങ്കിൽ ലാർജർ സ്മോളർ എന്ന് പറഞ്ഞ് എഴുതാതെ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ എന്തല്ല, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അല്ല. എന്തുകൊണ്ടാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അല്ലാത്തത്? ഇനിഷ്യൽ റേഷ്യോ തന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ 2 numbers വന്നിട്ടുണ്ട് 5 ആണ്. ഇപ്പോൾ ലാർജർ നമ്പറിനെ L എന്നും മറ്റേ സ്മോളർ നമ്പറിനെ S എന്ന് കൊടുത്താൽ ആ ഡിഫറൻസ് എത്രയാണ്? 5 ആണ്. 25 സബ്ട്രാക്റ്റഡ് ഫ്രം ദ സ്മോളർ നമ്പർ. അപ്പം സ്മോളർ നമ്പർ 25 കുറയ്ക്കുന്നു. 20 is added to the greater number. The ratio becomes 1:2. അപ്പോൾ 25 എവിടെ നിന്ന്? സ്മോളർ നമ്പറിൽ നിന്ന് 25 കുറച്ചിട്ട് സ്മോളർ നമ്പർ ആൻഡ് 20 is added to the greater number. ഗ്രേറ്റർ നമ്പറിൽ 20, എല്ലിൻ്റെ കൂടെ എത്ര 20 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ റേഷ്യോ എന്താവും? 1:2. നോക്കണം, ചെറുത് 1, വലുത് 2. അതാണ് ആ ഒരു ഓർഡറിൽ തന്നെ എഴുതണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ? ഇക്വേഷൻ ഉണ്ടാക്കാം. ഇതിനകത്ത് ഇക്വേഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാ? ഇവിടെ 2s വരും. 2s ഇവിടെ എന്ത് വരും? L×1 L. 2s - L എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 2 × -25 -50, ഇവിടെ 20, 20 -50 അപ്പുറത്ത് +50. ഇത് -50 20 എത്ര? 70 കിട്ടും. ഇപ്പൊ 2s - Lന്റെ വാല്യൂ 70 കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ച ഗ്രേറ്റർ നമ്പർ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് +L-ഉം -L-ഉം ക്യാൻസൽ ചെയ്തു പോകും. ഇപ്പൊ 2s - S അതാണ് ഈ ഇക്വേഷനും ആഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യണ്ടേ? കൂട്ടുമ്പോൾ എന്താ ചെയ്യണ്ടേ? ലെഫ്റ്റ് സൈഡ് രണ്ടുകൂടെ കൂട്ടുക. ലെഫ്റ്റ് സൈഡ് കൂട്ടുമ്പോൾ ഇവിടെ ഒരു L ഉണ്ട്, ഇവിടെ ഒരു -L ഉണ്ട്. അത് രണ്ടും ക്യാൻസൽ ആയി പോകും. ഇവിടെ 2s ഉണ്ട്, ഇവിടെ -S ഉണ്ട്. 2s - S എന്ന് പറയുമ്പോൾ എന്ത് വരും? നമുക്ക് ലെഫ്റ്റ് സൈഡിൽ S എന്ന് വരും. അപ്പൊ ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. രണ്ടുകൂടെ ആഡ് ചെയ്യണം. 75 75. സ്മോളർ നമ്പർ 75 ആണ്. സ്മോളർ നമ്പർ ഇതിന് 75 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലാർജർ നമ്പർ ഈ -75 അപ്പുറത്തും +75 ലാർജർ നമ്പർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 80 കിട്ടും. അപ്പൊ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇതായിരിക്കും എളുപ്പം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു വഴിയുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ 2 numbers വന്നിട്ടുണ്ട്.
25 സബ്ട്രാക്ട് ഫ്രം ദ സ്മോളർ നമ്പർ ആൻഡ് 20 ഈസ് ആഡഡ് ടു ദ ഗ്രേറ്റർ നമ്പർ. നമ്മുടെ മാഗ്നാമീറ്ററിന്റെ മെത്തേഡ് എന്തായിരിക്കും? അപ്പൊ അതാണ് ഇതിന്റെ ബേസിക് മെത്തേഡ്. എല്ലാവരും ഷോർട്ട് കട്ട് എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ, അപ്പൊ അതായിരിക്കും ബേസിക് മെത്തേഡ്. കുറച്ചുകൂടെ സ്പീഡിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ L-6 അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, 5 ആണ്. അപ്പോൾ 25 എന്ത് ചെയ്യുന്നു? സ്മോളറിൽ നിന്ന് കുറയ്ക്കുന്നു. ആൻഡ് 20 ഈസ് ആഡഡ് ടു ദ ഗ്രേറ്റർ നമ്പർ. റേഷ്യോ ബിക്കംസ് 1:2. അപ്പൊ ആദ്യം 5 കിടന്ന സാധനമാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് കുറച്ച് കോമൺ സെൻസ്, ഇനിയാണ് നമ്മൾ കോമൺ സെൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത് എഴുതേണ്ട ആവശ്യമില്ല, ഇത് പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ക്വസ്റ്റിനൊക്കെ പേന എടുക്കാതെ ചെയ്യണമെങ്കിൽ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യണം? കാര്യങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം. അപ്പൊ നമുക്ക് ഡിഫറൻസ് ഇതാണ്. 25 ആദ്യമേ 5 ഡിഫറൻസ് കിടന്നായിരുന്നു. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ എൻ്റെ കയ്യിലും നിങ്ങളുടെ കയ്യിൽ, ഇപ്പൊ എൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഇത്ര രൂപ ഉണ്ടായിരുന്നു. ഇത് ഞാൻ, ഇത് നിങ്ങൾ, എസ് എന്ന് വെച്ചു എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അല്ലെങ്കിൽ രണ്ടുപേര്, എന്നെ വെച്ച് തുടങ്ങുന്ന ഒരാളും എസ് വെച്ച് പേര് തുടങ്ങുന്ന ഒരാളും. അപ്പോൾ രണ്ടുപേരുടെ കയ്യിൽ പൈസയുടെ ഡിഫറൻസ് 5 രൂപയായിരുന്നു. അത് ഇയാളുടെ കയ്യിൽ, ഇത് ഗ്രേറ്റർ, ഇയാളുടെ കയ്യിൽ 5 രൂപ എന്തായിരുന്നു? കൂടുതലായിരുന്നു. ഇയാളുടെ കയ്യിൽ കൂടുതലായിരുന്നു. ഇഫ് 25 സബ്ട്രാക്ട് ഫ്രം ദ സ്മോളർ നമ്പർ, അതായത് ഈ സ്മോളർ ആയിട്ടുള്ള ഇയാളുടെ കയ്യിൽ നിന്ന് പിന്നെ 25 രൂപ കുറയുവാണ്. ഓൾറെഡി 5 രൂപ കുറവായിരുന്നു, പിന്നെ 25 രൂപ കുറഞ്ഞ അവളുടെ ഡിഫറൻസ് എന്തായി? 5 ഓൾറെഡി ഉണ്ടായിരുന്നു, 25 പിന്നെയും കുറഞ്ഞു. അങ്ങനെ എത്രയായി? ഇപ്പൊ ഡിഫറൻസ് എത്രയായി? 30 രണ്ടുപേരും തമ്മിലുള്ള. പിന്നെ എന്ത് ചെയ്തു? ആ ഗ്രേറ്റർ ആയിട്ടുള്ള ആർക്ക് 20 പിന്നെ അധികം കൂടെ കൊടുത്തു. അപ്പൊ 20 പിന്നെ അധികം കൊടുക്കുമ്പോൾ പിന്നെ എന്താവും? ഈ ചെറിയവനും വലിയവനും തമ്മിലുള്ള ഡിഫറൻസ് എത്ര ആവും? കൂടും. അതായത് 30 + 20 എത്ര? 50. അതായത് 50 ആവും എന്ത് ചെയ്യുന്നത്? 50 ആവും അപ്പോൾ അവരുടെ ഡിഫറൻസ്. ആ സമയത്ത് അവരുടെ റേഷ്യോ ആണ് തന്നിട്ടുള്ള എത്ര? 1:2. മനസ്സിലായോ? അപ്പൊ ഇതാണ് കൺസെപ്റ്റ്. ഇനിയാണ് നമ്മൾ കോമൺ സെൻസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മാഗ്നാമീറ്റർ മെത്തേഡ്. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ലെവൽ എവിടെ എത്തുന്നു. അപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് ഒരു പെയ്ഡ് ക്ലാസ്സിൽ പോലും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഈ ഒരു ക്വസ്റ്റിന്റെ സൊല്യൂഷൻ എന്താ? ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. ഇത്രയും സമയം എടുത്ത് ഈ ക്വസ്റ്റ്യൻ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല. അപ്പൊ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്, എനിക്ക് തരാൻ പറ്റുന്ന സമയം മാക്സിമം ഞാൻ ഉപയോഗിക്കും. പക്ഷെ കിട്ടുന്ന ക്ലാസ്സിൽ കിട്ടുന്ന സാധനം അതിനെ നമ്മൾ എന്ത് ചെയ്യും? പോസ്റ്റ്മോർട്ടം ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ഈ ഒരു ഏകലവ്യ ബാച്ചിലും ഈ ഒരു റെയിൽവേ എക്സ്പ്രസ് ബാച്ചിലും ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് സമയം എടുക്കുന്നത്. ബാക്കി ക്ലാസ്സുകൾ നിങ്ങൾക്ക് മെത്തേഡ്സും സംഭവങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെ കിട്ടാൻ ബാക്കി ക്ലാസ്സുകളെല്ലാം ഉണ്ട്. ഈ ഒരു ബാച്ചസിൽ ഇങ്ങനെ ആയിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത്. സെറ്റായിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ പഠിക്കും. അപ്പോൾ ഡിഫറൻസ് ആദ്യമേ 5 ഉണ്ടായിരുന്നു, സ്മോളർ നമ്പർ പിന്നെയും കുറച്ചപ്പോൾ 30 പിന്നെ ഗ്രേറ്റർ നമ്പർ കൊടുത്തപ്പോൾ എത്രയായി? 20 കൂടെ ഡിഫറൻസ് വന്നു, ടോട്ടൽ 50 വന്നു. ആ സമയത്ത് റേഷ്യോ ആണ് 1:2. അപ്പോൾ എത്ര കൂടിയിരിക്കുന്നവന്? 1 യൂണിറ്റാണ് കൂടിയിരിക്കുന്നത്. അതിന്റെ വാല്യൂ ആണ് 50. വാട്ട് ഈസ് എ ഗ്രേറ്റർ നമ്പർ? ഗ്രേറ്റർ നമ്പർ 2 യൂണിറ്റ് ആണ്. ഓക്കെ, അവിടെ നിന്ന് തെറ്റിയോ? 1:2. ഓക്കെ, കറക്റ്റാണ്. 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 100 എന്ന് വരും. ഈ 2 യൂണിറ്റ് 100 എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമുക്ക് ഗ്രേറ്റർ നമ്പർ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? ഇനിഷ്യൽ കേസ്, ഇനിഷ്യലിൽ ഉണ്ടായിരുന്ന നമ്പറാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്, അല്ലാതെ 20 ആഡ് ചെയ്തതിന് ശേഷമുള്ള നമ്പർ അല്ല. അപ്പൊ ഈ 100 കിട്ടിയത് എപ്പോഴാ? ഇതിന്റെ അകത്ത് 20 കൂട്ടിയതിന് ശേഷം. എങ്ങനെയുണ്ട്? അപ്പോൾ ഈ 100ൽ നിന്ന് നമുക്ക് ഒറിജിനൽ ഗ്രേറ്റർ നമ്പർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ ഇപ്പൊ കിട്ടിയ വാല്യൂ നിന്ന് എത്ര കുറയ്ക്കണം? ആ കൂട്ടി 20 അങ്ങ് കുറയ്ക്കണം. ഇതാണ് വലിയ നമ്പർ. 100 ൽ നിന്ന് 20 കുറച്ച് എത്ര കിട്ടുന്നു? 80 ആൻസർ കിട്ടും. പക്ഷെ ഇത്രയും പ്രോസസ്സ് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. മൈൻഡ് ജസ്റ്റ് ഫ്രീ ആക്കി വെക്കുക, കൂളായിട്ട് ചിന്തിക്കുക. പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അടിപൊളി മെത്തേഡാണ്. ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല. ഇതെല്ലാം എന്താണ്? പെൻ ഫ്രീ ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് എന്ത് ചെയ്യുക? ഇപ്പൊ നിങ്ങളൊരു ക്ലാസ് കാണുമ്പോൾ, എൻ്റെ ക്ലാസ് കാണുമ്പോൾ വൃത്തിയായിട്ട് നോട്ട് എഴുതി ആ ഒരു ക്ലാസ് ഫുള്ള് കാണാൻ നോക്കുക. ഫുള്ള് കണ്ടിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഇടയ്ക്കുന്ന് ഡൗട്ട് ചോദിക്കരുത്. ഇടയ്ക്കുന്ന് ചിലവർ എന്ത് ചെയ്യും? ഒരു ക്ലാസ് കണ്ടിട്ട് ഇടയ്ക്ക് വന്നിട്ട് ഇപ്പോൾ സ്ക്വയറിന്റെ ക്ലാസ് ആണ്, അപ്പോൾ അത് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടെ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ആദ്യം കാണുമ്പോൾ പാടായിരിക്കും. കുറച്ച് ബാക്കി കാണുമ്പോഴേ എന്ത് വരത്തുള്ളൂ? അതിന്റെ ബാക്കി കാര്യങ്ങൾ നല്ലോണം ക്ലിയർ ആകത്തുള്ളൂ. അപ്പോൾ അത് ഫുള്ള് കണ്ടിട്ട് എന്താ നോക്കുക? ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നോക്കുക, ഡൗട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മുടെ അടുത്ത ടൈപ്പ് 8 ആണ്. ടൈപ്പ് 8 എന്ന് പറഞ്ഞാൽ ഇൻകം എക്സ്പെൻഡിച്ചർ കേസ്, ഇൻകം എക്സ്പെൻഡിച്ചർ ടൈപ്പ് പ്രോബ്ലംസ്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നിങ്ങൾ റെയിൽവേക്ക് വേണ്ടി പിന്നെ ഈ ഒരു റേഷ്യോ പ്രപ്പോർഷൻ പിന്നെ നിങ്ങൾ എവിടെ നോക്കേണ്ടി വരത്തില്ല. അതുപോലെ അടുത്ത ചാപ്റ്റർ എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ഞാൻ മാക്സിമം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. യെസ്, ക്വസ്റ്റ്യൻ നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എ പേഴ്സൺ ആർ ദ റേഷ്യോ 9:5. ഇഫ് ദ ഇൻകം ഓഫ് ദ പേഴ്സൺ ഇത്രയാണെങ്കിൽ ഫൈൻഡ് ദ സേവിങ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഈ ക്വസ്റ്റ്യൻ ഒക്കെ പേന എടുക്കാതെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇൻകം എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്. 9ന്റെ വാല്യൂ ആണ് 27, 3 കൊണ്ട് ഗുണിക്കുന്നു. 4ന്റെ വാല്യൂ 12. ഓപ്ഷൻ സി എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ കൺസെപ്റ്റ് എനിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ വരുമാനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അയാളുടെ എക്സ്പെൻഡിച്ചറും അയാളുടെ സേവിങ്സും ചേർന്നായിരിക്കും. ഇവിടെ ഇൻകം എത്ര യൂണിറ്റാണ് പറയുന്നത്? 9 യൂണിറ്റ്. ഇവിടെ ഇൻകം 9 യൂണിറ്റ് പറയുന്നു, എക്സ്പെൻഡിച്ചർ 5 യൂണിറ്റ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സേവിങ്സ് എത്ര യൂണിറ്റ് ആയിരിക്കും? 4 യൂണിറ്റ് ആയിരിക്കും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോ ആണ്. ഇൻകം 9 ആയാൽ എക്സ്പെൻഡിച്ചർ 5 ആണ്, അങ്ങനെയാണെങ്കിൽ സേവിങ്സ് 4 ആണ്. അപ്പൊ ഇൻകം വേണമെങ്കിൽ ഇത് 18 ആവാം, 27 ആവും. ഓക്കെ, അപ്പം ഇത് 27 ആകുമ്പോൾ ഇതെന്താവും? 15 ആവും, ഇത് 12 ആവും. റേഷ്യോ എല്ലാത്തിനും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്.
ഇഫ് ദ ഇൻകം ഓഫ് ദ പേഴ്സൺ എത്രയാണ് 27,000. ഇപ്പൊ ഈ 9 യൂണിറ്റിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 27,000 എന്ന് തന്നിട്ടുള്ളത്. ദെൻ ഫൈൻഡ് ദ സേവിങ്സ്. 9ന്റെ വാല്യൂ 27 ആണെങ്കിൽ 4ന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. 9 എത്ര കൊണ്ട് ഗുണിച്ചേക്കുക? 3 കൊണ്ട് ഗുണിച്ചിട്ട് 3 പൂജ്യം ഇട്ടേക്കുക. നിങ്ങൾ പൂജ്യത്തെ ഒന്നും നോക്കണ്ട, 9നെ 3 കൊണ്ടാണ് ഗുണിച്ചേക്കുന്നത് 27. അപ്പൊ 4നെ 3 കൊണ്ട് ഗുണിച്ച് 12 കഴിഞ്ഞിട്ട് ബാക്കി പൂജ്യംസ് ഒക്കെ എന്തായിക്കോളും? അവരിട്ടോളൂ. ബാക്കി പൂജ്യംസ് ഒക്കെ അവരിട്ടോളൂ. 9 ഗുണം 3 ആണ്. അപ്പൊ എന്താണ് തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. 9 ഗുണം 3 ആണ്. നമുക്ക് 4 ഗുണം 3ന്റെ വാല്യൂ ആണ് വേണ്ടത്. 12,000 എന്ന് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? കൊടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ക്വസ്റ്റ്യനകത്ത് കുറച്ച് ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, ഞാൻ ചെയ്യാം. ദ ഇൻകം ഓഫ് എ ആൻഡ് ബി ആർ ഇൻ ദ റേഷ്യോ 3:2. 3:2. And their expenditure are in the ratio 5:3. 5:3. If each saves rupees 2,000. Okay, രണ്ടുപേരും സേവ് ചെയ്യുന്ന എത്രയാണ്? 2,000. Then what will be, ഇതൊക്കെ കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾ. What will be the difference between their incomes? Okay, അപ്പോൾ ഇൻകത്തിന്റെ റേഷ്യോ വന്നിട്ടുണ്ട് 3:2. ഇൻകത്തിന്റെ റേഷ്യോ എത്ര വന്നിട്ടുള്ളത്? 3:2. ആൻഡ് ദർ എക്സ്പെൻഡിച്ചർ റേഷ്യോ വന്നിട്ടുണ്ട് 5:3. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിക്കാം. കാര്യം ഇനിഷ്യൽ റേഷ്യോ 3:2 ആയിരുന്നു. അതിൽ നിന്നും സേവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എക്സ്പെൻഡിച്ചർ കിട്ടുന്നത്. ഇത് ഇനിഷ്യൽ റേഷ്യോ, ഇത് ഫൈനൽ റേഷ്യോ. അവിടെ നിന്ന് എന്താ ചെയ്യുന്നത്? സേവിങ് ആണ്. അപ്പം ഇത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഇത് 3:2, ഇത് 5:3. രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഡിഫറൻസ് സെയിം ആയിരിക്കും. ഇവിടെ ഒന്നാണെങ്കിൽ ഇവിടെ ഒന്നാക്കും. അത് ഞാൻ പറഞ്ഞുതരാം, വഴി പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യന്റെ ബേസിക് മെത്തേഡാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് മെത്തേഡാണ്. ഓക്കെ, ബേസിക് മെത്തേഡാണ്. പിന്നെ ഷോർട്ട് മെത്തേഡ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇൻകം, എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഫൈനൽ എന്താണ് ചെയ്തത്? ഇവിടെ സേവിങ്സിന്റെ ചേഞ്ച് എന്തായിരുന്നു? രണ്ടും സേവ് ചെയ്യുകയാണ്. സേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകത്തിൽ നിന്നും സേവിങ്സ് കുറഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? എക്സ്പെൻഡിച്ചർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കുറയുകയാണ്. സേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകത്തിൽ നിന്നും കുറയുകയാണ്. നമ്മളൊരു സാധനം ഇവിടെ നിന്നും കുറയുവാണെങ്കിൽ, ഇതിൽ നിന്നും കുറഞ്ഞിട്ടാണ് ഇവിടെ വലിയ വാല്യൂ വരുന്നത്. കുറയുകയാണെങ്കിൽ നമ്മൾ എന്താ എഴുതുന്നത്? പോസിറ്റീവ് വാല്യൂ എഴുതുന്നത്. സേവിങ്സ് എന്ത് ചെയ്യും? ഇവിടെയും പ്ലസ് 2,000. 2,000 ഞാൻ 2K എഴുതുന്നുള്ളൂ, പ്ലസ് 2,000. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഇവിടെ റേഷ്യോ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ ചെയ്യാം. 9, 10. 10ന്റെ 9ന്റെ ഡിഫറൻസ് 1 ആണ്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 10, 6. 10 - 6 4K എന്ന് കിട്ടും. 1 യൂണിറ്റിന്റെ വാല്യൂ 4K ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ ഇൻകംസ് എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റാ? 3 യൂണിറ്റും 2 യൂണിറ്റും. ആ 1 യൂണിറ്റ് എന്നാണ്. 1 യൂണിറ്റിന്റെ വാല്യൂ എന്ന് കിട്ടും 4,000 എന്ന് ആൻസർ കിട്ടും. ഇത് ബേസിക് മെത്തേഡാണ്. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട വഴി ഞാൻ പറഞ്ഞുതരാം. ഈ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? രണ്ടുപേരുടെയും സേവിങ്സ് എന്താണ്? സെയിം ആണ്. ഇപ്പൊ സേവിങ്സ് സെയിം ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഞാനൊരു പ്രോപ്പർട്ടി ഞാനിവിടെ പറഞ്ഞുതരാം. എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ രണ്ട് നമ്പേഴ്സ്, ഇപ്പൊ 10 എന്നും 12, 10 എന്നും 13 പറഞ്ഞ രണ്ട് നമ്പർ എന്തോ എടുക്കാം. ഡിഫറൻസ് എത്ര ആയിരുന്നു? വേറെ ഡിഫറൻസ് 3 ആയിരുന്നു. ഞാൻ ഇതിൻ്റെ കൂടെ ഇതിൽ നിന്ന് 2 കുറച്ചു, അല്ലെങ്കിൽ 3 കുറച്ചു, എത്ര വേണമെങ്കിലും കുറയ്ക്കാം. 4 കുറച്ചു. 4 കുറച്ച് എത്ര കിട്ടി? 6 കിട്ടി. ഇതിൽ 4 കുറച്ച് എന്ത് കിട്ടി? നമുക്ക് 9 കിട്ടി. ഇപ്പോഴും എത്രയാണ് ഇതിന്റെ ഡിഫറൻസ്? 3 ആണ്. അതായത് ഇവിടുന്ന് 4 കുറച്ചു, ഇവിടുന്ന് 4 കുറച്ചു. നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. 10ഉം 13 ഡിഫറൻസ് 3 ആണ്. ഇതിനോടത്ത് 5 കൂട്ടി, 5 കൂട്ടി 15, ഇതിൻ്റെ 5 കൂട്ടി 18, 5 കൂട്ടി 5 കൂട്ടി. അപ്പൊ ഇവിടെ എന്താണ് ഡിഫറൻസ്? ഇവിടെ 3 ആയിരുന്നെങ്കിൽ ഇവിടെ എന്താണ് 3 ആണ്. അപ്പൊ നമ്മൾ എന്ത് പ്രോപ്പർട്ടിയാണ് മനസ്സിലാക്കിയത്? രണ്ട് നമ്പേഴ്സിന്റെ കൂടെ ഒരേ നമ്പറാണ്, രണ്ടിടത്തും ഒരേ നമ്പറാണ് കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തമ്മിലുണ്ടാവുന്ന ഡിഫറൻസ് എന്ത് ചെയ്തില്ല? മാറത്തില്ല. ഇതേ കേസാണ് നമ്മുടെ ഏജ് എന്ന് പറയുന്നത്. ഏജസ് ഉണ്ടല്ലോ, ഏജ് എന്ന് പറയുന്ന പ്രോബ്ലത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്കിയെല്ലാം റേഷ്യോ ആണ്. ഏജിനകത്തുള്ള കൺസെപ്റ്റ് ഇതായിരിക്കും. രണ്ടുപേരുടെ വയസ്സ് ഇപ്പം നിങ്ങളുടെ വയസ്സിന്റെ ഡിഫറൻസ് സെയിം ഒരു വാല്യൂ ഉണ്ടെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും ആ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിന് കാരണം എന്താ? രണ്ടുപേരുടെ ഏജ്, രണ്ടുപേരടുത്തും വർഷങ്ങൾ എന്താണ്? ഓരോ വർഷം കഴിയുമ്പോഴും രണ്ടുപേർക്കും ഒരേപോലെയാണ് എന്ത് ചെയ്യുന്നത്? വർഷങ്ങൾ കൂടുന്നത്, അല്ലെങ്കിൽ വയസ്സ് കൂടുന്നത്. അപ്പോൾ ഡിഫറൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് വെച്ച് നമുക്ക് ഇവിടെ ചെയ്യാം. ഇൻകത്തിന്റെ റേഷ്യോ 3:2, അതിൽ നിന്നും ഒരേ വാല്യൂ കുറച്ചതിന് ശേഷം 5:3 കിട്ടും. നമുക്ക് എന്ത് വേണം? അവരുടെ ഡിഫറൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇവിടെ എത്ര യൂണിറ്റാണ് വരുന്നത്? 3:2 എന്ന് പറയുമ്പോൾ 1 യൂണിറ്റ്. ഇവിടെ എത്ര യൂണിറ്റ് ഡിഫറൻസ്? 5 - 3 2 യൂണിറ്റ്. അത് സെയിം ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ആദ്യത്തെ റേഷ്യോയെ നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണം? 1 ആയതുകൊണ്ട് അത് 2 ആക്കാൻ വേണ്ടി 2 കൊണ്ട് ഗുണിക്കണം. ഇനിഷ്യൽ റേഷ്യോ 6:4, ഫൈനൽ റേഷ്യോ 5:3. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ്? പേന എടുക്കാതെ ചെയ്യേണ്ട പെൻ ഫ്രീ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആവുന്നത് എപ്പോഴാണ്? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോഴാണ്. അത് ആദ്യമേ ഒരു സാധനം നമ്മൾ പെൻ ഫ്രീ ആയിട്ട് അങ്ങ് പഠിക്കുമല്ല. അതിന്റെ ബാക്കിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ, നന്നായിട്ട് കൺസെപ്റ്റ് പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ വളരെ വേഗത്തിൽ, ബാക്കിയുള്ളവരെക്കാളും വളരെ വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ എന്ത് കിട്ടി? ഇപ്പൊ ഡിഫറൻസ് എന്താണ്? ഇവിടെ 2, ഇവിടെ 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇക്വേറ്റ് ചെയ്യാം. 6ൽ നിന്നും 5 ആവാൻ വേണ്ടി എത്ര യൂണിറ്റ് പറഞ്ഞത്? 1 യൂണിറ്റ് ആണ് പറഞ്ഞത്.
ആ ഒരു യൂണിറ്റിന്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിരുന്നത്. ഇവിടെ സെയിം തന്നെ ഒരു യൂണിറ്റ് ആണ് പറഞ്ഞത്, അതാണ് 2000. നമുക്ക് എന്താ വെച്ചിരിക്കുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ ദർ ഇൻകം എത്രയാണ്? ഇതാണ് ഇൻകം. എത്രയാണ്? 2. ഡിഫറൻസ് സെയിം ആണ്. 2 യൂണിറ്റിന്റെ വാല്യൂ വേണം. ഒന്നിന്റെ വാല്യൂ 2000 ആണെങ്കിൽ 2ന്റെ വാല്യൂ എത്രയാണ്? 4000. പക്ഷെ ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്? പേന എടുക്കരുത്. ഇത് കാണുമ്പോൾ ഇനി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ത് ചെയ്യണം? ഡിഫറൻസ് സെയിം ആക്കണം. ഇത് 1ഉം 2ഉം ആണ്. ഇവിടെ 2 കൊണ്ട് വിളിച്ചാൽ 6, ഇവിടെ 5, 6 - 5 1. ഒരു യൂണിറ്റിന്റെ വാല്യൂ ഉണ്ട് 2000. നമുക്ക് 2 യൂണിറ്റിന്റെ വാല്യൂ വേണ്ട ഡിഫറൻസ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, 2 യൂണിറ്റ് ഇത് മാറ്റുമ്പോൾ മനസ്സിൽ എന്തുവേണം? അത്രയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോയാൽ സെറ്റ് ആയിക്കോളൂ. ഓക്കെ, ഇപ്പോൾ 2ന്റെ വാല്യൂ 4000 പെൻ ഫ്രീ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇനി ഇതേപോലത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചിലപ്പോൾ നമ്മുടെ റെയിൽവേ എക്സ്പ്രസ് ബാച്ചിൽ എന്ത് ചെയ്യും? കുറച്ച് ഇതിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ ഞാൻ ഇതൊന്നും പറയില്ല. ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ? ഈ പെൻ ഫ്രീ മെത്തേഡ് ആയിരിക്കും അവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചു വരരുത് എന്താണ് ഇവിടെ ചെയ്തതെന്ന് ചോദിച്ചു വരരുത്. അതുകൊണ്ട് എല്ലാ ക്ലാസ്സുകളും നന്നായിട്ട് വൃത്തിയായിട്ട് കണ്ട് പഠിച്ച് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഇതിന്റെ ക്ലാസ് ഒരു 2 ക്ലാസ് കൂടെ കാണത്തുള്ളൂ. ഇതും പിന്നെ 2 ക്ലാസ് ആകുമ്പോൾ നമുക്ക് റേഷ്യോ കംപ്ലീറ്റ് ചെയ്യാം റെയിൽവേ ലെവലിൽ. ഓക്കെ, ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിന്റെ ക്ലാസ് നോട്ട് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ, ടെലിഗ്രാം ചാനൽ ഉണ്ട്. അതിന്റെ എല്ലാ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇപ്പോൾ ക്ലാസ് നോട്ട് ടെലിഗ്രാം ചാനലിൽ ഇടും. അപ്പോൾ ആ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്ത് എന്ത് ചെയ്യണം? വീണ്ടും സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ക്ലാസ് കാണാതെ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ റെയിൽവേയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇതൊക്കെ പെൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് എന്തോ വേറെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആനുവൽ ഇൻകംസ് ഓഫ് ആനന്ദ് ആൻഡ് ഭരത്. ഓക്കെ, നമുക്കൊന്ന് പഠിക്കണം. ആർ ദ റേഷ്യോ 3:5 ആണ്. ഓക്കെ, 3:5 ആണ്. ആൻഡ് their annual expenses are in the ratio 1:3. 1:3. Okay, if each of them saves rupees 1000, at the end of the year, then the annual income of ഭരത്തിന്റെ ആനുവൽ ഇൻകം എന്താണ്? അപ്പോൾ ഇതേ സെയിം ക്വസ്റ്റ്യൻ അല്ലേ? ഇൻകത്തിന്റെ റേഷ്യോ വന്നിട്ടുണ്ട്, എക്സ്പെൻസിന്റെ റേഷ്യോ വന്നിട്ടുണ്ട്. രണ്ടുപേരും എന്താണ്? സെയിം വാല്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെയിം വാല്യൂ ചെയ്താൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായി? പെൻ ഫ്രീ ആയി. ഇവിടെ എത്രയാണ് ഡിഫറൻസ്? സെയിം വാല്യൂ ആണ് ഇൻകത്തിൽ നിന്നും കുറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? എപ്പോഴും സെയിം ആയിരിക്കും. ഇനിഷ്യൽ റേഷ്യോയും ഫൈനൽ റേഷ്യോയും തമ്മിലുള്ള ഈ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ കാര്യം ഒറിജിനൽ വരുന്ന കാര്യം റേഷ്യോയിൽ എന്തായിരിക്കും? ആപ്ലിക്കബിൾ ആയിരിക്കും. അപ്പോൾ 3ന്റെ 5ന്റെ ഡിഫറൻസ് 2 ആണ്, 1ന്റെ 3ന്റെ ഡിഫറൻസ് 2 ആണ്. അപ്പോൾ നമ്മൾ ഈക്വൽ ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 1ൽ നിന്ന് 3ൽ നിന്ന് 1 വേണ്ടി എത്ര കുറഞ്ഞത്? 2 യൂണിറ്റാണ് കുറഞ്ഞത്. 5ൽ നിന്ന് 3 വേണ്ടി 2 യൂണിറ്റാണ് കുറഞ്ഞത്. ആ 2 യൂണിറ്റിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 1000. നമുക്ക് എന്താ വേണ്ടത്? എന്താ ആനുവൽ ഇൻകം ഓഫ് ഭരത്. ഭരത് എത്രാമത്തെ? 2ാമത്തെ ആളാണ്. അത് 5 യൂണിറ്റ് ആണ്. അപ്പോൾ 2 യൂണിറ്റിന്റെ വാല്യൂ ആണ് 1000. 2 യൂണിറ്റിന്റെ വാല്യൂ 1000 എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ 500 ആണ് അല്ലേ? 1000/2 ഒരു യൂണിറ്റ് 500 എങ്കിൽ 2 യൂണിറ്റ് 1000 ആകത്തുള്ളൂ. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഡെയിലി മാത്സിന്റെ എക്സസൈസ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ സ്റ്റുഡൻസ് ക്ലാസ് കാണുന്നവരുണ്ട്, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്യുക. മാത്സ് എക്സസൈസ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ ജസ്റ്റ് മാത്സ് എക്സസൈസ് സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മാഗ്നാമെറ്റർ, എന്നിട്ട് മാഗ്നാമെറ്റർ ഒന്ന് കൊടുക്കും. എന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ ഇതിൽ കിടപ്പുണ്ട്. ഡെയിലി എന്നെ ഫോളോ ചെയ്യുന്ന, എൻ്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നവർ മാത്സ് എക്സസൈസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയാസം വരും. അപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്നവർ എന്തായിരിക്കണം? അത്രയ്ക്ക് കാൽക്കുലേഷൻ നമ്പേഴ്സുമായിട്ട് നല്ല പരിചയമുള്ളവരായിരിക്കണം ഫോളോ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഡെയിലി നിങ്ങൾ എഴുതുക. നിങ്ങളതൊന്ന് തുടങ്ങിയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നതും അത് നമ്മളുള്ള വ്യത്യാസം. അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും, പക്ഷെ അത് ഒരുപാട് ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കും. റീസണിങ്ങിൽ ഒരുപാട് നിങ്ങളെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ക്ലാസ്സിലും ഞാൻ ഈ കാര്യം പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ 2 യൂണിറ്റ് വാല്യൂ 1000 ആണെങ്കിൽ 1 യൂണിറ്റ് 500 ആണ്. നമുക്ക് എന്താ വെച്ചിരിക്കുന്നത്? ഭരത്തിന്റെ എത്ര യൂണിറ്റാണ്? 5 യൂണിറ്റ്. 1 യൂണിറ്റ് 500 ആണെങ്കിൽ 5 ഗുണം 5 ഗുണം 500 2500. 2500 25, ബാക്കി 3 0, 25 3 0 25000. ഓക്കെ, 500 ഗുണം 5 ആണ് 10000 ആണ് കേട്ടോ. ഓക്കെ, 10000. ഓക്കെ, 1000 അല്ല, 10000 ആണ് കേട്ടോ. ക്വസ്റ്റിനകത്ത് ഇത് 1 0 ഉണ്ട്. ഓക്കെ, 1 2 3 4 10000 ആണ് കേട്ടോ. കറക്റ്റ് 25000 ആയിരിക്കും എന്ന് പറയുന്ന ഭരത്തിന്റെ റേഷ്യോ. അപ്പം നമ്മളിവിടെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റിയത്? ഇവിടെ ഇതേപോലെ നമുക്ക് പെൻ ഫ്രീ ആയിട്ട് പെൻ എടുക്കാതെ ചെയ്യാൻ പറ്റിയത്. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ വന്ന് നമ്മൾ ആദ്യമേ കയറി പെൻ ഫ്രീ അല്ല പഠിക്കേണ്ടത്. ഇതിന്റെ കാര്യങ്ങൾ ഇത്രയും ഇതിന്റെ ബാക്കിലുണ്ട്. അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിച്ചാൽ ഇനി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് റിപ്പീറ്റ് ചെയ്യും. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഒരാൾ പറയുന്നത് പെർഫെക്റ്റ് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അതായത് പ്രാക്ടീസ് അല്ല, വെറും പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും എന്താ ഈ ഒരു ലെവൽ നിങ്ങൾ പഠിച്ചെന്ന് വെച്ചു. നിങ്ങൾ എവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് നന്നായിട്ട് പഠിപ്പിച്ചു. എക്സും വൈ കിട്ടുന്നതൊക്കെ മറന്നുതരാം, അതൊക്കെ കഴിഞ്ഞു, എൻ്റെ കാലമൊക്കെ കഴിഞ്ഞു, എക്സും വൈയുടെ ഒക്കെ കാലം കഴിഞ്ഞു. ഇതായിരിക്കും ഇനിയുള്ള ബേസിക് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? കുറച്ചുകൂടെ നമ്മൾ എന്താവണം? സെറ്റ് ആവണം. ഇതാണ് ഇപ്പോഴത്തെ ബേസിക് മെത്തേഡ് ഇതാണ്. നമ്മൾ ഇതിൽ നിന്ന് എന്താവണം? കുറച്ചുകൂടെ കയറിയെങ്കിലും എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ പഠിച്ചു. ഇപ്പം ഇതേ മെത്തേഡ് തന്നെ വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താൽ എന്തില്ല, അവിടെ കാര്യമില്ല, അവിടെ അത് ജസ്റ്റ് പ്രാക്ടീസ് ആണ്. ഇനി പെർഫെക്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കാര്യം അറിഞ്ഞ് നമ്മൾ പഠിച്ചു, ഇനി നിങ്ങൾക്ക് എന്ത് വേണ്ട, ഇതിന് പേന വേണ്ട. അപ്പം ഇതിനെയാണ് നമ്മൾ സ്മാർട്ട് അപ്രോച്ച് എന്ന് പറയുന്നത്. സ്മാർട്ട് വേയിൽ ചെയ്യണം എന്നൊക്കെ പറയുന്നില്ലേ, അത് ഇതാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ എന്ത് ചെയ്യാം, ആൻസർ കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഞാനൊന്ന് സെറ്റ് ചെയ്യട്ടെ. ദ റേഷ്യോ ഓഫ് ഇൻകം ഓഫ് ആമിർ ടു ദാറ്റ് ഓഫ് അലി ഈസ് 5:3 ആണ്, 5:3 ആണ്. ആൻഡ് ദേ എക്സ്പെൻഡ് അല്ലെങ്കിൽ പൈസ ഇതാവും. ഓക്കെ, എക്സ്പെൻഡ് ഇൻ ദ റേഷ്യോ, their expenditure are in the ratio of 9:5 respectively. If Amir saves rupees 2,600 and Ali saves rupees 1,800, okay, 1,800, okay, then their respective incomes, അവരുടെ ഇൻകംസ് എത്രയാണ്? ഓപ്ഷൻ ഇത് 8,000, ഓക്കെ, 8,000 ആണ്. ഓക്കെ, ചെയ്ത് നോക്കാം എന്താ പറയുന്നത്. റേഷ്യോ എത്രയായിരുന്നു? ഇൻകം ഓഫ് ആമിർ ടു ദാറ്റ് ഓഫ് അലി 5:3. എക്സ്പെൻഡിച്ചർ റേഷ്യോ എന്താണ്? 9:5. ഈ ആമിർ ഇത്രയും ആൻഡ് അലി ഇത്രയും. ഇപ്പം ഇവിടെ എന്താണ്, രണ്ടുപേരും ഡിഫറെൻ്റ് ആണ് സേവ് ചെയ്യുന്നത്. ഇവിടെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് നേരത്തെ പോലെ ചെയ്യാൻ പറ്റത്തില്ല, നേരത്തെ പോലെ പെൻ എടുക്കാൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് 5:3 കിടക്കുന്നത് നോക്കണം. അത് വേണമെങ്കിൽ നോക്കാം. 5:3 കിടക്കുന്ന ഓപ്ഷൻ ഏതേ ഉള്ളൂ. ഓക്കെ, ഇത് 5:3 18 വെച്ച് എടുക്കണം. വേണ്ട, നമുക്ക് ചെയ്യാം. നമ്മുടെ ഗ്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഇനിഷ്യൽ റേഷ്യോ ഇതായിരുന്നു. ആദ്യത്തെ ആൾ ഇതിൽ നിന്ന് 2,600 കുറച്ചു, രണ്ടാമത്തെ ആൾ ഇതിൽ നിന്നും 1,800 കുറച്ചു. അങ്ങനെ അപ്പോൾ എന്ത് കിട്ടി? ഫൈനൽ റേഷ്യോ ഇങ്ങനെ കിട്ടി. അപ്പോൾ നമ്മളുടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അങ്ങോട്ട് എടുത്തേ. അടുത്തടുത്തുള്ള അകത്തുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുക 27, പുറത്തുള്ള മൾട്ടിപ്ലൈ 25. 27 - 25 2 യൂണിറ്റിൻ്റെ വാല്യൂ എത്ര കിട്ടും നമുക്ക്? 2 വേണമെങ്കിൽ ഒന്ന് എഴുതാം. 2 യൂണിറ്റ് വാല്യൂ എത്ര കിട്ടും? ഇനി ഫൈനൽ ഇതല്ലേ 9:5. 9 × 18 5 × 26 അല്ലേ? 26 18 ഇങ്ങനെയല്ലേ എഴുതുന്നത്? രണ്ടും സേവ് ആയതുകൊണ്ട് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൻ്റെ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 9 × 18 18 എത്രയാണ്? 162. 25 130. 162 130 ഡിഫറൻസ് 32. 32 2 0, അതായത് 3,600 ആണ്. ഒന്നിൻ്റെ വാല്യൂ എത്ര? 1,600 ആണ്. ഒന്നിൻ്റെ വാല്യൂ 1,600 ആണെങ്കിൽ 5ൻ്റെ വാല്യൂ 1,600 × 5 16 × 80. നിങ്ങൾ 1,600 ഒന്നും നോക്കണ്ട, 16 × 80. ആൻസറിനകത്ത് 80 എന്ന് പറഞ്ഞ വാല്യൂ ആണ്, നോൺ സീറോ. മറ്റേത് 3 × 16 48. 80 48 വരുന്ന ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ എ. വേണ്ട, ഈ ക്വസ്റ്റ്യൻ എന്ത് വേണ്ട? പേന വേണ്ട. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിത് പേന വേണ്ടാതെ ചെയ്തത്? ഈ ക്വസ്റ്റ്യൻ അത്രയ്ക്ക് നിങ്ങളെ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു തന്നു, അത്രയും കൺസെപ്റ്റിലായിട്ട് ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും പേന എടുക്കുക ചെയ്യുന്നത്. അപ്പം ഇനി ഞാൻ എന്ത് ചെയ്യത്തില്ല, ഇനി ഞാൻ ഈ കാര്യങ്ങൾ വീണ്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വഴിയിൽ എന്ത് ചെയ്യണം, ഒന്ന് സ്വന്തമായിട്ട് എഴുതി നോക്കണം. പിന്നെ ഒരിക്കലും നിങ്ങളത് മറക്കത്തില്ല. അപ്പം അങ്ങനെ ആയിരിക്കും നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓക്കെ, ഇതെങ്ങനെ എഴുതി ചെയ്യുന്നത്? 2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി, 2ൻ്റെ വാല്യൂ അത് കിട്ടണം. 2ൻ്റെ വാല്യൂ കിട്ടി 3,200. ഇപ്പം 1,600 വിളിച്ചിരിക്കുന്നത്. മാക്സിമം നിങ്ങൾ പേന എടുക്കാതെ ചെയ്യാം. 5ൻ്റെ വാല്യൂ മനസ്സിലായവർ പേന എടുക്കാതെ തന്നെ ചെയ്യാം. 1,600 മനസ്സിലാവാത്തവർ ഇത് എഴുതി നോക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യുക, പെൻ ഫ്രീ മെത്തേഡിലോട്ട് തന്നെ വരിക. 3ൻ്റെ വാല്യൂ ഒന്ന് കിട്ടും 4,800. ഓക്കെ, ഇതൊന്നും എഴുതേണ്ട ആവശ്യം ഇല്ല, എഴുതരുത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എഴുതേണ്ടി വരത്തില്ല. ഓക്കെ, അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ അല്ലേ? 5:3 9:5 ഇത്രയാണ്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു വഴി, നമ്മുടെ മാഗ്നാമീറ്ററിൻ്റെ മെത്തേഡ് ആയിരുന്നു ഇത് പെൻ ഫ്രീ മെത്തേഡ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ 5:3 കിടന്നു, 5:3 കിടന്ന സാധനമാണ്. അപ്പോൾ ആദ്യത്തേന്ന് 2,600 കുറച്ചു, രണ്ടാമത്തേന്ന് 1,800 കുറച്ചു. ഓക്കെ, ഇത് പേന എടുക്കാൻ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടി? 9ൻ്റെ ഒരു മൾട്ടിപ്പിൾ, 9:5. അതായത് നമ്മുടെ ഇൻകത്തിൽ നിന്നും ആദ്യത്തെ ആളുടെ ഇൻകത്തിൽ നിന്നും 2,600 കുറയ്ക്കുമ്പോൾ ആൻസർ എത്ര ആയിരിക്കണം? 9ൻ്റെ മൾട്ടിപ്പിൾ. ഇപ്പോൾ 8,000 നിന്ന് 2,600 കുറച്ച് നോക്ക്. എല്ലാത്തിൽ നിന്ന് വേണമെങ്കിൽ 26 കുറച്ചാലും മതി. നിങ്ങൾ 2 0 വേണമെങ്കിൽ നോക്കണ്ട. 80 നിന്ന് 26 കുറച്ച് എത്ര കിട്ടും? നമുക്ക് 54. 54 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്, അവിടെ ഹോൾഡ് ചെയ്യാം. 60 നിന്ന് 27 കുറച്ച് എത്ര കിട്ടും? 60 നിന്ന് 36. 36 34 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 90 നിന്ന് 27 കുറച്ച് നോക്ക്, 26 കുറച്ച് നോക്ക്, 64 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 85 നിന്ന് 26 കുറച്ച് നോക്ക്, 65 59 49 അല്ല 59 എന്തല്ല 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ ഏതുണ്ട് അങ്ങനെ ഒരു ഇനിഷ്യൽ വാല്യൂവിൽ നിന്നും 2,600 കുറയ്ക്കുമ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾ വരുന്ന ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ എ ഉള്ളൂ. അതും എന്താണ്? ഒരു വഴിയാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഓപ്ഷൻ വഴി എന്ത് ചെയ്തു. ഇതൊക്കെയാണ് നമ്മളുടെ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സ്മാർട്ട് മെത്തേഡ്സ്. ഇതിലും നല്ല ബെസ്റ്റ് മെത്തേഡ്സ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനില്ല. നമ്മുടെ ചാനലിൽ ഞാൻ തരുന്ന എന്തായിരിക്കും? ബെസ്റ്റ് ക്ലാസ്സുകളായിരിക്കും, ഓരോന്നിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ്റെയും. ഓക്കെ,
അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് എന്ത് ചെയ്യുക, സെറ്റാക്കി പഠിക്കാം. ഓക്കെ, ഇനി ഇതിലെ തന്നെ കുറേ പേർക്ക് ഡൗട്ട് വരുന്ന ഭയങ്കര പാടായിട്ടൊക്കെ തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഒരു സ്പെഷ്യൽ ടൈപ്പാണ് കേട്ടോ, സ്പെഷ്യൽ ടൈപ്പാണ്. വളരെ എളുപ്പമാണ്. ഇനി ഇതിന് ശേഷം നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇത് തെറ്റത്തില്ല. വളരെ ഈസി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും. ക്വസ്റ്റ്യൻ നോക്കാം. 1 year ago the ratio of Lexman salary to Gopal salary എത്രയായിരുന്നു? 3:4. അപ്പോൾ ഞാൻ ആദ്യം ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ബേസിക് മെത്തേഡ്, ബാക്കിയുള്ളവരുടെ അല്ലാത്ത മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസിക് മെത്തേഡ് എന്താണ്? ലക്ഷ്മണിൻ്റെയും 1 year ago റേഷ്യോ ഓഫ് ലക്ഷ്മണിൻ്റെ സാലറിയും ഗോപാലിൻ്റെ സാലറി എപ്പോഴാണ്? ഒരു വർഷം മുന്നേ എത്രയായിരുന്നു? 3:5 ആയിരുന്നു. ഇതിൻ്റെ അർത്ഥം എന്താ? ഞാൻ നിങ്ങളെ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിപ്പിക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പേന എടുക്കാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു വർഷം മുമ്പേ ലക്ഷ്മണിന് 3 യൂണിറ്റാണ് സാലറി എങ്കിൽ ഗോപാലിന് എത്ര ഉണ്ടായിരുന്നു? 5 യൂണിറ്റാണ് സാലറി. ഇപ്പോൾ 1 year ago. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഈ ഒരു എക്സ്പ്രസ് ബാച്ച് പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നല്ല ഡീപ്പായിട്ട് എന്ത് ചെയ്യും, നന്നായിട്ട് നിങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരും. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ പേന എടുക്കാതെ ചെയ്യും. പിന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ പേന എടുക്കാതെ തന്നെ ചെയ്യും. നമ്മുടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പേന എടുക്കാതെ നമ്മൾ ചെയ്യും. ദ റേഷ്യോ ഓഫ് ദർ ഇൻഡിവിജ്വൽ സാലറീസ് ഓഫ് ലാസ്റ്റ് ഇയർ ടു പ്രസന്റ് ഇയർ. അതായത് ലക്ഷ്മണന്റെ ലാസ്റ്റ് ഇയർ ടു പ്രസന്റ് ഇയർ ലക്ഷ്മണന്റെ. ഓക്കെ, ലാസ്റ്റ് ഇയറിൽ ലക്ഷ്മണന്റെ സാലറി 2 ആയിരുന്നെങ്കിൽ ഇപ്പോൾ എത്രയായി? അത് 2-ൽ നിന്നും 3 ആയി. 2-നെ എത്ര കൊണ്ട് വിളിച്ചു? 3/2 കൊണ്ട് വിളിച്ചു. 2-ൽ നിന്നും ഒരു സാധനം 3 ആവുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? 2-നെ 3/2 കൊണ്ട് വിളിച്ചത്. ഇനി ലക്ഷ്മണനും അടുത്ത ഇതെപ്പോഴാണ്? ഇത് നേരത്തെ സാലറി, ഓൾഡ് സാലറി ടു പ്രസന്റ് സാലറി. 2 ആയിരുന്നെങ്കിൽ ഇപ്പം എന്ത് ചെയ്തു? കൂടി 3 ആയി. ഇനി 2 ആയിരുന്നെങ്കിൽ 3 ആയത്. എന്തോ ആവാം, റേഷ്യോ അതാണ് ഞാൻ പറഞ്ഞു. വലിയ വാല്യൂസിനെ, വലിയ പൈസയൊന്നും സൂചിപ്പിക്കുന്നതിന് പകരം നമ്മൾ എന്തായിട്ട് പറയുന്നു? റേഷ്യോയുടെ പകരം. ആയിട്ട് രണ്ടാമത്തെ ആരാ? ലക്ഷ്മണനും ഗോപാലിന് എന്താ? ഗോപാലിന്റെ 4:5 ആണ്. ഇത് ഗോപാലിന്റെ പ്രീവിയസ് സാലറി 4 ആയിരുന്നെങ്കിൽ ഇപ്പൊ എത്രയായി? 5 ആയി. എത്ര കൊണ്ട് വിളിച്ചു? ഇതിനെ 4/5 കൊണ്ട് വിളിച്ചു. തിരിച്ചു പോകണമെങ്കിൽ എന്ത് ചെയ്യും? പ്രസന്റിൽ നിന്നും ലാസ്റ്റിലോട്ട് പോകണമെങ്കിൽ ഇതിനെ എന്തുകൊണ്ട് വിളിച്ചാൽ മതി? 4/5 കൊണ്ട് വിളിച്ചാൽ മതി. അല്ലേ? ഈ 5 പോവുകയും വേണം. 5-നെ 4/5 കൊണ്ട് വിളിച്ചാൽ എന്ത് കിട്ടും? ഈ 5 പോവുകയും ചെയ്യും, 4 വരികയും ചെയ്യും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വഴി എന്ത് ചെയ്യണം? പഠിക്കണം. ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇഫ് ദെയർ ടോട്ടൽ സാലറീസ് ഫോർ ദ പ്രസന്റ് ഇയർ 4300 ആണ്. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഈ ടോട്ടൽ സാലറീസ് ഫോർ ദ പ്രസന്റ് ഇയർ എന്നത്? നമുക്ക് ഇവിടെ പ്രസന്റ് ഇയറിലെ സാലറീസിന്റെ റേഷ്യോ ഇല്ല. പ്രസന്റ് ഇയറിലെ സാലറീസിന്റെ റേഷ്യോ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ടോട്ടലാണ് ഈ 4300 എടുത്തിട്ട് ഓരോരുത്തരുടെ പ്രസന്റ് സാലറിയൊക്കെ കണ്ടുപിടിക്കാറ്. അപ്പോൾ ഇതിൽ നിന്ന് കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ആണ്. അപ്പോൾ ഇത് ഒരു ഇയർ മുമ്പത്തുള്ള റേഷ്യോ ആണ്. അപ്പോൾ പ്രസന്റ് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കണം. പ്രസന്റ് റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒറിജിനലുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കാം. പ്രസന്റ് റേഷ്യോ എന്തൊരു? പ്രസന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് ലക്ഷ്മണൻ 3 ആയിരുന്നെങ്കിൽ ഇപ്പം ലക്ഷ്മണൻ എന്തായത്? പഴയത് 2 ആയിരുന്നെങ്കിൽ ഇപ്പം 3 ആയത്. അപ്പൊ ഈ സാധനത്തെ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് കൊണ്ടുവരണം. ലക്ഷ്മണനും ഗോപാലിനും. ഓക്കെ, ഗോപാലിനും അടുത്ത ക്വസ്റ്റിനൊക്കെ പേന എടുക്കാൻ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അപ്പൊ 2-ൽ നിന്ന് 3 ആവാൻ വേണ്ടി എത്ര കൊണ്ടാണ് ഗുണിച്ചതിനെ? 3/2. അതായത് ലക്ഷ്മണന്റെ പ്രീവിയസിൽ നിന്നും ലക്ഷ്മണൻ പ്രസന്റിലോട്ട് വന്നത് എന്തുകൊണ്ട് ഗുണിച്ചിട്ടാ? ആ ഓൾഡ് വാല്യൂവിനെ 3/2 കൊണ്ട് ഗുണിച്ചിട്ടാ. 3 ആയിരുന്നു ഓൾഡെങ്കിൽ ഇപ്പൊ എത്ര ആയത്? 3/2. ഇനി ഗോപാലൻ എന്ത് ചെയ്തേ? ഗോപാലൻ 5 ആയിരുന്നെങ്കിൽ, കാര്യം ഇവിടുത്തെ യൂണിറ്റ് എല്ലാം സെയിം ആണ്. ഇവിടെ കോമൺ ആയിട്ടുള്ള വെട്ടി കളഞ്ഞിട്ട് ഈ 3ഉം 5ഉം കിട്ടിയത്. ബാക്കി അതിനെ എന്ത് ചെയ്യും? 3/2 കൊണ്ട് ഗുണിച്ചു. ഇവിടെ നമ്മൾ എക്സും വൈ ഒന്നും ഇടേണ്ട കാര്യമില്ല. ഗോപാലൻ എന്താ? 4 യൂണിറ്റ് ആയിരുന്നെങ്കിൽ 5 ആയത്. അല്ലെങ്കിൽ പ്രീവിയസ് ഉള്ള സാധനത്തെ 5/4 അല്ലേ? 4/5 തിരിച്ചു പോകാം. ഓക്കെ, ഇങ്ങോട്ട് പോകാൻ വേണ്ടി 5/4 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, പഴയതിൽ നിന്ന് പുതിലോട്ട് വരാൻ വേണ്ടി എത്ര കൊണ്ട് ഗുണിച്ചേ? ഗോപാലിന്റെ സാലറി 5/4 ഉണ്ട്. അപ്പോൾ ഇതിന്റെ റേഷ്യോ കിട്ടുമല്ലോ. നമുക്ക് 2 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ 2 കിട്ടും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം? ഈ 2-നെ ഇങ്ങോട്ട് കൊടുക്കാം. 3 കൂടെ 3 9 2 18 റേഷ്യോ 25 കിട്ടും. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇവരുടെ ഇപ്പോഴത്തെ റേഷ്യോ, പ്രസന്റ് റേഷ്യോ. അപ്പോൾ 18 റേഷ്യോ 25 ഇപ്പോഴത്തെ റേഷ്യോ. ടോട്ടൽ എത്ര കിട്ടും? 18 25 48 യൂണിറ്റ്, 43 യൂണിറ്റ്. ഓക്കെ, അതല്ലേ? ലക്ഷ്മണന് ഇപ്പോൾ 18 യൂണിറ്റ് സാലറി ഉണ്ടെങ്കിൽ ഗോപാലിന് എത്ര യൂണിറ്റ് സാലറി ഉള്ളത്? 25 യൂണിറ്റ് ആണ്. അപ്പോൾ 18 25 ടോട്ടൽ 43 യൂണിറ്റിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 4300. അപ്പോൾ ഞാൻ ഫുള്ള് പറയണം. നമുക്ക് ലക്ഷ്മണന്റെ സാലറി എത്ര യൂണിറ്റാണ്? 18 യൂണിറ്റിന്റെ വാല്യൂ വേണം. 18 2 0 1800. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പേന എടുക്കാൻ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ചോദ്യം. ഇതാണ് കൺസെപ്റ്റ്, ഇതാണ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഈ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട കൺസെപ്റ്റ് ഇതാണ്. ഒരുപാട് പേർക്കൊന്നും ഇതറിയില്ല. ഇതറിയാതെ നമ്മൾ ഗ്രൂപ്പിലൊന്നും കൊണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇങ്ങനെ എഴുതി തന്നു കഴിഞ്ഞാൽ എന്താവില്ല, ഇതിന്റെ കറക്റ്റ് കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല. പഠിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ പഠിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡൗട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ എൻ്റെ മെയിലിൽ അയക്കാൻ പറയാം. നിങ്ങൾക്ക് സമയമുള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്യും? ഡൗട്ട് ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക്
ചെയ്തു തരും. ഓക്കെ, അപ്പോൾ ഇതാണ് നിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 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 ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ വേഗത്തിൽ ചെയ്യാൻ നോക്കാം. ഓക്കെ, അടുത്തത് ഇതേ ക്വസ്റ്റ്യൻ തന്നെ 1800 ആയിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ. ഒരു വർഷം മുമ്പ് റേഷ്യോ ഇതാണ്, ഇൻഡിവിജ്വൽ സാലറീസ് ഇതാണ്, ഇവിടുത്തെ ടോട്ടൽ സാലറി എന്നിട്ട് ഫൈൻഡ് ദ പ്രസന്റ് സാലറി. ഇപ്പോൾ ടോട്ടൽ സാലറികൾ പ്രസന്റ് ആണെന്നുള്ളത് നമുക്ക് ഓൾഡ് ആണ് എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് എഴുതാം. പ്രസന്റ് സാലറി എന്താണ്, മൂന്നിനെ എന്ത് ചെയ്യണം, 2:3 ആയി. അപ്പോൾ 3നെ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 2ൽ നിന്ന് 3 ആയി, 3/2 കൊണ്ട് വിളിച്ചു. 3 ഗുണം 3/2 9/2. ഇപ്പൊ 9/2 ആണ് ആദ്യം വരുന്നത് റേഷ്യോ. 5ആയിരുന്നുള്ളത് 5നെ 4 4ൽ നിന്ന് 5 ആയി. എത്ര കൊണ്ട് വിളിച്ചേക്കുന്നത്, 5/4. 5 × 5/4 25/4. അപ്പൊ ഇതിന്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4 കൊണ്ട് വിളിക്കും. 4 കൊണ്ട് വിളിക്കുമ്പോൾ ഇത് വെട്ടി ഇത് 18 ആയി. 4 കൊണ്ട് വിളിക്കുമ്പോൾ 25. 18 റേഷ്യോ 25. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 18. 9ന്റെ മൾട്ടിപ്പിൾ നിങ്ങളുടെ ഓപ്ഷൻ ഒന്നേ ഉള്ളൂ, 9ന്റെ മൾട്ടിപ്പിൾ അവിടെ വെച്ച് ചെയ്യാം. 18 25 43 രൂപ 4300. 1ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1000 ആണ്. 18 കഴിഞ്ഞിട്ട് 18 × 1 പിന്നെ കുറെ പൂജ്യം ആയിരിക്കും. അപ്പൊ 1800 ആൻസർ കിട്ടും. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ, ഇത്രയേ ഉള്ളൂ. ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇതൊക്കെ എപ്പോഴാണ് എഴുതേണ്ടത്, ആദ്യമായിട്ട് ചെയ്ത് പഠിക്കുന്ന ഒരാൾ, ഇത് കൺസെപ്റ്റ് അറിയില്ല എന്നൊരാൾ. ഇത് മാറ്റാൻ വേണ്ടിയാണ്. ഇത് മാറ്റി നിങ്ങളുടെ മെത്തേഡ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ആയിരിക്കണം. നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ 5-10 സെക്കൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഇതൊക്കെ. അപ്പൊ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ഇങ്ങനത്തുള്ള ക്വാളിറ്റി സാധനം നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ്. റേഷ്യോ പ്രൊപ്പോർഷൻ ഇങ്ങനെ നിങ്ങൾ ഒരിടത്തും പഠിച്ച് കാണത്തില്ല, അത് ഇവിടെ മാത്രമായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യണം, പഠിക്കണം. ഇതാണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതിനകത്ത് വിവിധ ടൈപ്പ് ചോദിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ ടൈപ്പുകൾ ഇതിനകത്ത് മാറി ചോദിക്കാം. ഇപ്പോൾ ചോദിക്കുന്നത് പ്രസന്റ്, രണ്ടുപേരുടെയും പ്രസന്റ് സാലറി ചോദിക്കും. പ്രസന്റ് സാലറി ഓഫ് ലക്ഷ്മണും അതേപോലെ ഗോപാലിനും ലാസ്റ്റ് ഇയറിലെ ഒരു സാലറി ചോദിക്കും. ലാസ്റ്റ് ഇയറിലെ സാലറി എന്തായിരുന്നു ലക്ഷ്മണന്റെയും ഗോപാലിന്റെയും. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ നമുക്ക് പ്രസന്റിന്റെ റേഷ്യോ എന്ത് കിട്ടി, നമുക്ക് എല്ലാ സാധനങ്ങളും ക്വസ്റ്റ്യനിലുണ്ട്. എന്താ പ്രീവിയസ്, ഞാൻ എടുക്കാം. പ്രീവിയസ് റേഷ്യോ 3:5 ആയിരുന്നു. ഗോപാലിന്റെ പ്രസന്റ് റേഷ്യോ, ഇത് പ്രീവിയസ് ആരൊക്കെ, ലക്ഷ്മണന്റെ ഗോപാലിന്റെ. പ്രസന്റ് എന്താണ്, പ്രസന്റ് റേഷ്യോ എന്താണ്, പ്രസന്റ് റേഷ്യോ നമുക്ക് കിട്ടിയാലോ 18 25 അല്ലേ, 18 25. അത് കിട്ടിയത് മറ്റേ സ്ഥലത്തുണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്തുകൊണ്ടും കണ്ടിരിക്കാമല്ലോ, പ്രസന്റ് 4300 ആണ് അവരുടെ പ്രസന്റ് ടോട്ടൽ. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം, പ്രസന്റ് ലക്ഷ്മണന്റെ റേഷ്യോ എത്രയാണ്, 43 വാല്യൂ ആണ് 40,000, 18ന്റെ വാല്യൂ 4300 1500. 43 വാല്യൂ ആണ് 4300, 25ന്റെ വാല്യൂ ആണ് ഗോപാല എത്ര 2500. ഇനി ലക്ഷ്മണന്റെ ലാസ്റ്റ് ഇയറിലോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, ലാസ്റ്റ് ഇയറിലോട്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഏത് കാര്യം ഉപയോഗിക്കാം, ഒന്നെങ്കിൽ നമുക്ക് പ്രീവിയസ് റേഷ്യോ കണ്ടുപിടിക്കാം. പ്രീവിയസ് റേഷ്യോയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലക്ഷ്മണന്റെ ലാസ്റ്റ് പെർസെന്റ് എന്താണ്, ലക്ഷ്മണന്റെ ലാസ്റ്റ് പെർസെന്റ് എന്തായിരുന്നു, നമുക്ക് 2:3 ആയിരുന്നു. ഓക്കെ, 2:3 ആയിരുന്നു. ഗോപാലിന്റെ ലാസ്റ്റ് പെർസെന്റ് എന്തായിരുന്നു, 4:5 ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ റേഷ്യോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സഹായിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പ്രസന്റ് ലക്ഷ്മണന്റെ 1800. അപ്പോൾ ഈ 3 യൂണിറ്റിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് എത്ര, 1800, 2 യൂണിറ്റിന്റെ വാല്യൂ ആണ്. അല്ലെങ്കിൽ പ്രസന്റിൽ നിന്നും പാസ്റ്റിലോട്ട് പോകാൻ വേണ്ടി എന്തുകൊണ്ടാണ് വിളിച്ചത്, 3നെ 2 ആക്കാൻ വേണ്ടി 2/3 കൊണ്ട് വിളിച്ചു. അപ്പോൾ ഇതിനെ എന്ത് ചെയ്താൽ മതി, 2/3 കൊണ്ട് വിളിച്ചാൽ മതി. 2/3 കൊണ്ട് വിളിക്കുമ്പോൾ എന്തൊരു 1800 × 2/3. അതൊക്കെ ഞാൻ മനസ്സിലാൻ വേണ്ടി എഴുതുന്നത്. ഇത്ര 600 × 2 1200. അല്ലെങ്കിൽ നമുക്ക് പറയാം 3 യൂണിറ്റിന്റെ വാല്യൂ ആണ് 1200, 2 യൂണിറ്റിന്റെ വാല്യൂ 1200. ഇനി ഇവിടെ ഗോപാലൻ 5 യൂണിറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. 5 യൂണിറ്റിന്റെ വാല്യൂ 2500, 4 യൂണിറ്റിന്റെ വാല്യൂ എന്തൊരു 5 × 5 ആണ്, 4 × 5 20, 2000 കിട്ടും. ഓക്കെ, ഇതാണ് കൺസെപ്റ്റ്. അല്ലെങ്കിൽ 2500 എന്ത് ചെയ്യണം, തിരിച്ച് ബാക്കിലോട്ട് പോകാൻ വേണ്ടി 4/5 ഗുണിക്കണം. ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ ചോദിക്കും പ്രസന്റിന്റെ ടോട്ടൽ 4300, പ്രീവിയസ് ടോട്ടൽ ലാസ്റ്റ് ഇയർ ടോട്ടൽ അവരുടെ ഇൻകം എത്രയായിരുന്നു, എത്രയാണ് 2000, 1200, 3200. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പും ചോദിക്കും. പിന്നെ ചോദിക്കും ലക്ഷ്മണന്റെ പ്രസന്റ് ഇയറിലെ ലാസ്റ്റ് ഇയറിന്റെ ടോട്ടൽ ഇൻകം എത്ര വരും, 1500, 1200, 3000. ഗോപാലിന്റെ ടോട്ടൽ ഇൻകം 4500. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം, ചോദിക്കാം. ഇതൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. അപ്പോൾ ഇനി ഈ ടൈപ്പ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. തിരിച്ചു ചോദിച്ചാലും മറിച്ച് ചോദിച്ചാലും ഇവിടുന്ന് അങ്ങോട്ട് പോകാനോ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകാനോ എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ക്വസ്റ്റ്യൻ വരും. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ പേന എടുക്കുക, മാക്സിമം കുറച്ചെഴുതി നിങ്ങളിത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് കമൻ്റ് ആയിട്ട് പറയാം നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണ് ഈ ക്ലാസ്. നിങ്ങൾ ഇതേപോലത്തെ ക്ലാസ്സുകൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, നിങ്ങൾക്ക് ആരെങ്കിലും പെയ്ഡായിട്ട് പോലും നിങ്ങൾ ഓഫ്ലൈനൊക്കെ പഠിച്ചവരായിരിക്കും. അപ്പോൾ ഇങ്ങനത്തുള്ള ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പറയാം. ഈ ഒരു മെത്തേഡ്സും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഇത് ഒരു കമൻ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്ലാസ്സുകൾ ചെയ്യുന്നതിൽ എന്തായിരിക്കും, ഒരു എനർജി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ടൈപ്പ് നമുക്ക് എന്താ, റവന്യൂ ബേസ്ഡ് പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ നമ്മളൊന്നും മിസ്സാക്കത്തില്ല, എല്ലാം എന്ത് ചെയ്യും. ഇപ്പോൾ റവന്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു എന്താ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ റവന്യൂ എന്ന് പറഞ്ഞാൽ അവർക്ക് നമുക്ക് കിട്ടുന്ന വരുമാനം. റവന്യൂ
ഒരു സിനിമ തിയേറ്ററിലാണ്. സിനിമ തിയേറ്ററിലെ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പെർ പേഴ്സണ് എത്ര ചാർജ് ഉണ്ട്, പെർ പേഴ്സൺ ചാർജ് ഇൻറ്റു നമ്പർ ഓഫ് പേഴ്സൺസ്. അതായത് അത് എവിടെ ആയാലും അങ്ങനല്ലേ, ഒരാൾക്ക് എത്ര ചാർജ് ഉണ്ട് ഇൻറ്റു എത്ര നമ്പർ ഓഫ് ആൾക്കാർ അവിടെ വന്നു, അതാണ് ആ ഒരു റവന്യൂ അല്ലെങ്കിൽ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇപ്പം സിനിമ ടിക്കറ്റ് ആവാം, സർക്കസിന്റെ ആവാം, എന്ത് വേണമല്ലോ ആവാം. ഇപ്പൊ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് സെറ്റ് ആക്കട്ടെ. ദ എൻട്രി ടിക്കറ്റ് അറ്റ് എ ഫൺ പാർക്ക് വാസ് ഇൻക്രീസ് ഇൻ ദ റേഷ്യോ 7:9. ഓക്കെ, 7:9 ഡ്യൂ ടു വിച്ച് ഫുഡ് ഫാൾസ് ഫെൽ ഇൻ ദ റേഷ്യോ 13:11. വാട്ട് ഈസ് എ ന്യൂ ഡെയിലി കളക്ഷൻ? അപ്പൊ ഇതിനകത്ത് കുറച്ച് പെർസെൻറ്റേജും വരും. അപ്പൊ നിങ്ങൾ ആ ഒരു ഏകലവ്യയിലെ പെർസെൻറ്റേജ് എന്ത് ചെയ്യണം, കാണാം. അത് റെയിൽവേക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ, ഏകലവ്യ വെച്ച്. ഓക്കെ, വാട്ട് ഈസ് ദ ന്യൂ ഡെയിലി കളക്ഷൻ ഇൻ റുപ്പീസ് ഓഫ് ദ ഡെയിലി കളക്ഷൻ ബിഫോർ ഹൈക്ക് വാസ് ഓഫ് അല്ല ഇഫ് ആണ്. ഇഫ് ദ ഡെയിലി കളക്ഷൻ ബിഫോർ ഹൈക്ക് വാസ് റുപ്പീസ് 227,500. 2,27,500. ഓക്കെ, പിന്നെ വേണമെങ്കിൽ എത്രയാണ്? 2,02,275,000. 2,27,500. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് വളരെ എളുപ്പമാണ്, ഒന്നുമില്ല. നമ്മൾ റേഷ്യോയിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. എൻട്രി ടിക്കറ്റ് എത്രയാണ്? ഇൻക്രീസ് ഇൻ റേഷ്യോ 7:9. അതായത് എൻട്രി ടിക്കറ്റ് പ്രൈസ് ആണ് കൂടിയത്. പ്രൈസ് ഇൻറ്റു നമ്പർ ഓഫ് ആൾക്കാരാണ് എന്ന് പറയുന്നത് ടോട്ടൽ കളക്ഷൻ. പ്രൈസ് എത്രയാണ് കൂടിയത്? ഇത് ബിഫോറും ഇത് ആഫ്റ്റർ. ഓക്കെ, പ്രൈസ് എങ്ങനെ കൂടിയത്? 7:9. 7 ഉള്ളതെങ്കിൽ ഇപ്പൊ എത്രയായി? 9. ഇതാണ് നമ്മുടെ ബേസിക് മെത്തേഡ്. നമ്മുടെ അല്ലാത്ത മെത്തേഡ് ഉണ്ട്, നമ്മുടെ പെൻ ഫ്രീ മെത്തേഡ് ഉണ്ട്, നമ്മുടെ എക്സാം മെത്തേഡ് ഉണ്ട്. പ്രൈസ് 7:9 ആണ് കൂടിയത്. ഡ്യൂ ടു വിച്ച് ഫുഡ് ഫാൾസ് ഫെൽ ഇൻ ദ റേഷ്യോ 13:11. ഫുഡ് ഫാൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ആൾക്കാരുടെ എണ്ണം, നമ്പർ ആൾക്കാർ എത്ര വന്നു, എത്രയായി? 13 വന്ന സ്ഥലത്ത് എത്രയായി? 11ആയി. ഇപ്പൊ റവന്യൂന്റെ റേഷ്യോ എന്തായിരിക്കും? റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? റവന്യൂ എന്ന് പറഞ്ഞാൽ പ്രൈസിന്റെ നമ്പറാണ്. അതിന്റെ റേഷ്യോ എന്ത് വരും? റേഷ്യോ നിങ്ങൾക്ക് 7:13, 7:13 റേഷ്യോ 9:11 എഴുതാം. കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടിക്കളയാം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതുന്നതിന് പകരം ഇവിടെ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് തന്നെ വെട്ടിക്കളഞ്ഞിട്ട് ബാക്കി ഇവിടെ എഴുതിയാൽ മതി. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഒരുപാട് ഉപയോഗിക്കും, ഈ റേഷ്യോ എഴുതുന്നത്. കോസ്റ്റ് പ്രൈസിന്റെയും സെല്ലിംഗ് പ്രൈസിനും അങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ അതൊക്കെ എഴുതും. അപ്പോൾ താഴെ നമ്മൾ റേഷ്യോ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണ്ട, ഇങ്ങനെ എല്ലാം എടുത്ത് എഴുതി മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ വെട്ടണം. ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ 7 ഇവിടെ ഏതെങ്കിലും 7 ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടിക്കളയായിരുന്നു അപ്പുറത്ത്. അത് ഇവിടെ വന്ന് വെട്ടുന്നതും നേരത്തെ വെട്ടുന്നതും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഇങ്ങനത്തുള്ള റേഷ്യോയിൽ എഴുതുമ്പോൾ 2-3 കാര്യങ്ങളുണ്ട്. അത് ആ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ ആദ്യം ഒന്ന് പറയാം, പിന്നെ നമ്മൾ എന്ത് ചെയ്യും അതുപോലെ തന്നെ വേഗത്തിൽ ചെയ്യും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, 91, 99 ഇത് നമ്മുടെ ബേസിക് മെത്തേഡ്. അപ്പോൾ അതായത് ആദ്യത്തെ കേസിൽ 91 യൂണിറ്റാണ് റവന്യൂ എങ്കിൽ രണ്ടാമത്തെ കേസിൽ 99 യൂണിറ്റാണ് റവന്യൂ. നിങ്ങളുടെ എക്സും വൈ ഒക്കെ ഇടുന്ന ആൾക്കാർ കാണും. 7x 9x 13y 11y 7x13 91xy വരും, 99xy വരും. ആ കോമൺ ആയിട്ടുള്ള എല്ലാം വെട്ടിപ്പോകുന്നതാണ്. അങ്ങനെയൊന്നും എക്സും വൈ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ 91 ഇനിഷ്യൽ റവന്യൂ എങ്കിൽ ഇപ്പോൾ എത്രയാണ്? 99. അപ്പോൾ ഇനിഷ്യൽ റവന്യൂ ഡെയിലി കളക്ഷൻ ബിഫോർ ഹൈക്ക്, പൈസ കൂടുന്നതിന് മുമ്പുള്ള സാധനങ്ങളിൽ തന്നിരിക്കുന്നത് 227,500. അതായത് 91ന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. എത്രയായി? 227,500. നമുക്ക് എത്രന്റെ വാല്യൂ ആണ്? വാട്ട് ഈസ് എ ന്യൂ ഡെയിലി കളക്ഷൻ? എത്ര കൂടിയെന്ന് വെച്ചാൽ എത്ര യൂണിറ്റാ കൂടി? 8 യൂണിറ്റാ കൂടി. ന്യൂ ഡെയിലി കളക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 99. പിന്നെ ഞാൻ ഓപ്ഷൻ വെച്ച് നമുക്ക് ചെയ്യാം. ഇത് ഡിറ്റിസം ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. 9 മൾട്ടിപ്ലൈ ആയിരിക്കും, 11 മൾട്ടിപ്ലൈ ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 247,500. ഓപ്ഷൻ ബി, വേറെ കളറിലുള്ള ഓപ്ഷൻ തരാം. ഓപ്ഷൻ ബി 237,500. ഓപ്ഷൻ സി 232,500. ഓപ്ഷൻ ഡി. പിന്നെ നിങ്ങൾ റേഷ്യോ പ്രൊപ്പോർഷന് വേറെ എവിടെയും പോകണ്ട, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് അങ്ങ് ചെയ്താൽ മതി. 242. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 9 മൾട്ടിപ്പിൾ 12, 16, 16, 18. 9 ആണ്. 10, 12, 17. 9 അല്ല. 5, 7, 12. 9 അല്ല. 6, 8, 5, 13. 9 അല്ല. ഇതൊക്കെ എക്സാമിന് വന്നിട്ടുള്ള ഓപ്ഷനാണ്. ഓക്കെ, 9 മൾട്ടിപ്പിൾ എന്ത് ചെയ്തു? നമ്മൾ ഓപ്ഷൻ എ ആൻസർ കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ ചെക്ക് ചെയ്യേണ്ടത് 11 മൾട്ടിപ്പിൾ ആണെന്ന്. 2 9 വരെ 11 ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് എങ്ങനെയായിരിക്കും വേഗത്തിൽ ചെയ്യേണ്ടത്? ഇതേ കാര്യം തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ മാക്സിമം മൈൻഡിൽ ചെയ്യാൻ നോക്കും. മൈൻഡിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിന്റെ സ്മാർട്ട് വഴി എന്താണ്? ഇതിന്റെ സ്മാർട്ട് വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നോക്കി 7:9 കിടന്നു, ഇതായി. അപ്പോൾ എന്തായി? 91 ആയിരിക്കും ഇതിന്റെ വാല്യൂ. 91ന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് 99 വേണം. 91 എന്ന് പറഞ്ഞാൽ അടിയിൽ എന്താണ്? 9. ഡിറ്റിസം എന്ത് വരും? ഡിറ്റിസം അടിയിൽ 1 വരും, മേളിൽ എന്തുണ്ട്? 99 കൊണ്ടാണ്ട് 9 മൾട്ടിപ്ലൈ ആയിരിക്കും ആൻസർ. നിങ്ങൾ ഓപ്ഷൻ എ ഉള്ളൂ. അപ്പോൾ ഇതായിരിക്കണം നിങ്ങളുടെ സ്മാർട്ട് വഴി. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.
ആരും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുന്നു. അപ്പോൾ അവർക്ക് മാത്സ് പഠിച്ചിട്ടില്ല, എഞ്ചിനീയറിംഗ് ഇല്ല, ഡിഗ്രി ആണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ പഠിക്കാത്ത നിങ്ങൾക്ക് ആരും ഇതുപോലെ പറഞ്ഞു തരാത്തതുകൊണ്ടാണ്. എഞ്ചിനീയറിംഗ് പഠിച്ച എത്ര പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ട്? ആർക്കും അത് അവരുടെ കോച്ചിങ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഈവൻ 10 കഴിഞ്ഞ ആൾക്ക് പോലും ചെയ്യാൻ പറ്റും. അതിന് ഈ ലെവലിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം, നമ്പേഴ്സുമായിട്ട് പരിചയം വേണം. അതിന് ഡെയിലി എക്സസൈസ് ചെയ്തേ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രെയിൻ ഫെയർ, ബസ് ഫെയർ ആൻഡ് എയർ ഫെയർ ബിറ്റ്വീൻ ടു പ്ലേസസ് ആണ് ദ റേഷ്യോ 5:8:12 ആണ്. The number of passengers traveled by them in the ratio 3:4:5 ആണ്. The total fare collected on a particular day for these modes of transportation for a single trip 1,07,000 രൂപയാണ്. Find the total fare collected from air passengers. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ഓരോ ട്രെയിനിലുള്ള ഫെയർ 5 യൂണിറ്റാണെങ്കിൽ ബസ്സിലുള്ള ഫെയർ 8 യൂണിറ്റും എയർ ട്രാവലിലുള്ള ഫെയർ 12 യൂണിറ്റും. ദ നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ട്രാവൽഡ് ബൈ ദം എത്രയാണ്? 3, 4, 5. അതായത് ട്രെയിനിൽ 3 പേര് പോയാൽ ബസ്സിൽ 4 പേര് പോകും, നമ്മുടെ എയറിൽ 5 പേര് പോകും. അങ്ങനെയാണെങ്കിൽ ട്രെയിനിന്റെ വില ഇൻറ്റു നമ്പർ ഓഫ് പാസഞ്ചേഴ്സ്, പ്രൈസ് ഇൻറ്റു നമ്പർ ഓഫ് പാസഞ്ചേഴ്സ്, അതായിരിക്കും ടോട്ടൽ എന്തെന്ന് പറയുന്നത്, ടോട്ടൽ റവന്യൂ. അപ്പം നമുക്ക് പ്രൈസ് നമ്പർ, ഞാൻ എല്ലാത്തിൻ്റെ ബേസിക് മെത്തേഡ് പറയാം, ഡയറക്റ്റ് ചെയ്യാം. ട്രെയിനും ബസ്സും എയർ. ഓക്കെ, അത് നമുക്ക് ആ ഒരു ബേസിക് മെത്തേഡിൽ പറയാം. പാസഞ്ചർ പ്രൈസിൻ്റെ റേഷ്യോ 5, 8, 12. അപ്പം ഇങ്ങനെ എഴുതുന്ന പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എക്സാമിന് ഇങ്ങനെ പോയി എഴുതണമെന്നല്ല. നമ്പറിൻ്റെ റേഷ്യോ 3, 4, 5. പ്രൈസിൻ്റെ നമ്പറാണ് നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത്. 15, 32, 60 ഇതായിരിക്കും എന്ന് പറയുന്നത് നമുക്ക് അവർക്ക് കിട്ടുന്ന കളക്ഷൻ. ഇപ്പൊ ടോട്ടൽ എത്ര കളക്ഷൻ കിട്ടുന്നത്? 15, 47, 60, 107. അപ്പൊ ഈ 107 യൂണിറ്റിന്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യൻ എത്ര നിൽക്കുന്നത്? 1,07,000 രൂപ എന്നുള്ളത്. ഫൈൻഡ് ദ ടോട്ടൽ ഫെയർ കളക്ടഡ് ഫ്രം എയർ പാസഞ്ചേഴ്സ് എത്രയാണ്? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡീറ്റെയിൽസ് അല്ലല്ലോ, വേണ്ടല്ലോ. 107, 107 വെട്ടി 1 × 60. അപ്പം 60 കഴിഞ്ഞിട്ട് കുറെ 0 ആയിരിക്കും. നിങ്ങളുടെ ഓപ്ഷൻ നോക്ക്, ഓപ്ഷൻ 2. അപ്പൊ 60, 3, 0, 60,000 രൂപയായിരിക്കും എന്ന് പറയുന്നത് ടോട്ടൽ ഫെയർ കളക്ടഡ് ബൈ നമ്മളുടെ എന്തെന്ന് പറയുന്നത് എയർ പാസഞ്ചേഴ്സ്. അപ്പൊ ഇത് ഇത്ര എഴുതേണ്ട കാര്യമുണ്ട്. അപ്പൊ ഇങ്ങനെ എഴുതുന്നവരെന്താണ്? അവരെ പിറകിലായി. അവിടെ ഇത്ര എഴുതുന്ന ആൾക്കാർ, ഇത് ഇത്രയും പഠിച്ചിട്ട് പോയിട്ട് ഇത്ര എഴുതുന്ന ആൾക്കാർ അവിടെ പിറകിലായി. നിങ്ങൾ അവിടെ ബുക്കിൽ നിങ്ങളുടെ ഷീറ്റിൽ എത്ര എണ്ണം എഴുതി, എത്ര ചെയ്തു എന്നുള്ളത് കാര്യമില്ല. നിങ്ങൾ എത്ര സ്പീഡിൽ ചെയ്യുന്നു, എത്ര സ്പീഡിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, കറക്റ്റ് ആൻസർ ചെയ്യുന്നു, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു, അതാണ് അവിടെ മാറ്റർ ചെയ്യുന്നത്. എല്ലാത്തിനും ഒരേ മാർക്കാണ്. നിങ്ങൾ ഇങ്ങനെ എഴുതി ചെയ്ത് ആൻസർ കിട്ടിയാലും അല്ലാതെ ചെയ്താലും സ്പീഡിൽ ആരെഴുതുന്നു, അവിടെയാണ് കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്നത്. അതാണ് കാൽക്കുലേഷൻ സ്പീഡിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈസും ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വായിച്ച് പരിചയം വേണം. ക്വസ്റ്റ്യൻസ് വായിച്ച് വീണ്ടും വീണ്ടും കാര്യം എന്താണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ എന്തുണ്ട്? 15, 32, 60. 15, 32, 47, 60, 107. 107 വരെ ഉണ്ടെന്നുള്ളത് 107.00. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഫസ്റ്റ് നോൺ സ്റ്റഡി 1 ആയിരിക്കും. നമുക്ക് എത്ര വേണ്ടുന്നത്? 12, 60 വരെ വേണം. ഇതൊന്നും എഴുതിയ പോലും വേണ്ട. വേണമെങ്കിൽ ഡയറക്റ്റ് ഇത് വേണമെങ്കിൽ ഒന്ന് എഴുതിക്കും. 15, 32, 60 എഴുതിക്കും. ഓപ്ഷൻ ബി എന്ത് ചെയ്യാം? ആൻസർ കൊടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് തീർക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ടൈപ്പ് കോയിൻ വെച്ചുള്ള പ്രോബ്ലംസ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഓക്കെ. റെയിൽവേ ഫെയർസ് ഓഫ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ക്ലാസ് ബിറ്റ്വീൻ 2 സ്റ്റേഷൻസിലാണ് 8:6:3 ആണ്. ഓക്കെ, ഞാൻ ഒന്ന് ആഡ് ചെയ്യാം. ദ ഫെയർസ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്ലാസ് were subsequently reduced by 1/6 and 1/12 respectively. Okay. If during a year ratio between passengers of first, second and third classes were 9:12:26 and total amount collected by sale of tickets was 1088, then find collection from passenger of first class. The അടിപൊളി ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഞാൻ തരാം. ഓപ്ഷൻ എ 260, ഓപ്ഷൻ ബി 280, ഓപ്ഷൻ സി 300, ഓപ്ഷൻ ഡി 320. ഓക്കെ, നമുക്ക് നോക്കാം. റെയിൽവേ ഫെയർസ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ ഇതിന്റെ ബേസിക് മെത്തേഡ് ഞാൻ ആദ്യം പറയാം. അടുത്തതിനകത്ത് എന്ത് ചെയ്യാം? ഇതിന്റെ ബെസ്റ്റ് മെത്തേഡ്, നമ്മുടെ എക്സാം മെത്തേഡ് പറയാം. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, 2 സ്റ്റേഷൻ്റെ ഇടയ്ക്ക് എത്രയാണ്? ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, അങ്ങനെയുള്ള ഓരോ ടൈപ്പ് ബോഗിയിലെ ഇതാണ്. ഓക്കെ, ഇനിഷ്യൽ എന്തായിരുന്നു? പ്രൈസ് ആൻഡ് റേഷ്യോ എന്തായിരുന്നു? 8:6:3 ആയിരുന്നു. ഇപ്പോൾ ഫൈനൽ എന്തായി? ഇത് ഇനിഷ്യലാണ്. ഫൈനൽ പ്രൈസ് ആൻഡ് റേഷ്യോ എന്തായി? റെഡ്യൂസ്ഡ് ബൈ 1/6. ഇപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. കുറേ പേർക്ക് നല്ല ഡൗട്ട് വരുന്ന ക്വസ്റ്റൻ ആണ്, ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റൻ ആണ്. ഒരു സാധനം 1/6 കുറഞ്ഞെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ എത്ര ആയി? 5/6 ആയി. നിങ്ങളൊരു ജസ്റ്റ് എക്സാമ്പിൾ പറയാം. 6ന്റെ 1/6 കുറഞ്ഞു. 6ന്റെ 1/6 എത്ര? 6 × 1/6 എന്നുവെച്ചാൽ 6 × 1/6 എത്രയാണ്?
6 × 1/6 6 6 വെട്ടിപ്പോയി 1 ആണ്. 1 കുറഞ്ഞ എന്തായി 5 ആയി എന്ന് പറഞ്ഞാൽ 5 എന്ന് പറഞ്ഞാൽ എന്താണ് 5 6ന്റെ 5/6 ആണ് അല്ലേ. 6 വെട്ടിപ്പോയി. അപ്പോൾ ഒരു സാധനം 1/6 കുറഞ്ഞു കഴിഞ്ഞാൽ എന്തായും അത് അതിന്റെ 5/6 ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ടോട്ടൽ ഫുൾ 1 ആയിരുന്നെങ്കിൽ 1ൽ നിന്ന് 1/6 കുറഞ്ഞ എത്രയായി 5/6. അപ്പോൾ 1 ഫുൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രാക്ഷനിൽ ഫുൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 1 ആയിരിക്കും. എന്നാൽ 100%. അതൊക്കെ നമ്മുടെ ഏകലവ്യ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു സാധനം 1/6 കുറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അത് ഇനിഷ്യൽ ഉണ്ടായിരുന്നതിന്റെ 5/6 1ൽ നിന്ന് അത് കുറച്ച് എഴുതി. 5/6 എന്ന് പറയുമ്പോൾ എന്തായി 40/6 20/3. ഇനി അടുത്തത് 6 എന്ന് പറഞ്ഞാൽ എന്തായി രണ്ടാമത്തത് ഓക്കെ 1/12 റെസ്പെക്റ്റീവ് മറ്റേ ചേഞ്ച് ഒന്നുമില്ല. മൂന്നാമത്തെ ചേഞ്ച് ഒന്നുമില്ല. റെഡ്യൂസ്ഡ് ബൈ 1/12 1/12 കുറഞ്ഞെന്ന് പറഞ്ഞാൽ എന്തായി 11/12 1 - 1/12 11 - 12 1ൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ ഇത് രണ്ടും കൂടെ കുറയ്ക്കുക. ഡിഫറൻസ് മേളിൽ എഴുതുക. ഡിനോമിനേറ്റർ അതേപോലെ എഴുതുക. 11/12 പിന്നെ 11/12 എന്താവും 6ഉം 12 കൂടെ 2 ആവും. അപ്പോൾ 11/2 11/2 ഓക്കെ. മറ്റേ സാധനം എന്തായി മറ്റേതിന് ചേഞ്ച് ഒന്നുമില്ല. മറ്റേതിന് നോ ചേഞ്ച് ആണ്. അവിടെ ഒന്നും ചേഞ്ച് പറയുന്നില്ല. അതൊന്നും നോ ചേഞ്ച് ആണ്. എത്ര യൂണിറ്റ് തന്നെ 3 യൂണിറ്റ്. നമുക്ക് ഇതിന്റെ ഫൈനൽ റേഷ്യോ എഴുതാം. ഫൈനൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം അടിയത്തുള്ളതിന്റെ LCM കൊണ്ട് ഗുണിക്കണം. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നെയാണ്. ഇങ്ങനെ 3 റേഷ്യോ വരുവാണെങ്കിൽ എങ്ങനെ തന്നെ സിമ്പിൾ റേഷ്യോ ആക്കാം. 6 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്തൊരു 6 ആണ് LCM 3 ന് 2 6 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇത് 40 ഇത് 6 കൊണ്ട് ഗുണിക്കുമ്പോൾ മേലെ 3 ഒരു 33 6 കൊണ്ട് ഗുണിക്കുമ്പോൾ 18. ഓക്കെ. അപ്പോൾ 40 ഓക്കെ അല്ലേ 40:33:18 ആണ് നമ്മുടെ ഫൈനൽ എന്തിന്റെ റേഷ്യോ പ്രൈസിന്റെ റേഷ്യോ. ഫൈനൽ പ്രൈസിന്റെ റേഷ്യോ. ഇനി ഇഫ് ഡ്യൂറിംഗ് എ ഇയർ റേഷ്യോ ബിറ്റ്വീൻ പാസഞ്ചേഴ്സ്. ഇനി പാസഞ്ചേഴ്സ് ഇത് പ്രൈസ് ആണ്. ഈ നമ്പറിന്റെ റേഷ്യോ പാസഞ്ചേഴ്സിന്റെ റേഷ്യോ എന്ത് വരും ഇതൊക്കെ സ്പീഡ് ചെയ്യാം. 9:9 ഫസ്റ്റ് ക്ലാസ്സിൽ 9 ആണെങ്കിൽ മറ്റേ 12 എതിരാണ് 26. ഓക്കെ 26. ഓക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ ചെയ്യാമായിരുന്നല്ലേ 9 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടുന്ന് മാറുമല്ലോ. അപ്പം ഇങ്ങനെയാണ് കിടക്കട്ടല്ലേ ഇതിനെ മാറ്റണ്ട. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ചുമ്മാ ഇതിനെ നമ്മൾ ഇവിടെ വെച്ച് മാറ്റണ്ട ഇവിടുന്ന് തന്നെ ചെയ്യാം. ഒരു പ്രൈസിന്റെ നമ്പർ എന്തായാലും നമുക്ക് ചെയ്യാം. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ. ഓക്കെ അതായിരിക്കും കുറച്ചുകൂടെ. ഇതാണ് ഫൈനൽ പ്രൈസിന്റെ റേഷ്യോ. പ്രൈസിന്റെ റേഷ്യോ. നമ്പറിന്റെ റേഷ്യോ എന്ത് വരും നമ്പറിന്റെ റേഷ്യോ 9:12:26 ആണ്. നമുക്ക് ഫൈനൽ റേഷ്യോ എന്ത് വരും 20/3. നമ്മുടെ റവന്യൂവിന്റെ റേഷ്യോ എന്ത് വരും 20/3 × 9 60 വരും. 11/2 × 12 2 12 കൂടെ 16 66 3 × 26 78. ഇതാണ് നമ്മുടെ ഫൈനൽ റേഷ്യോ. ഇനി എന്താ പറയുന്നത് ടോട്ടൽ എമൗണ്ട് കളക്റ്റഡ് ബൈ. ഇപ്പൊ ഇവിടെ ഈ ഒരു സ്ഥാനത്ത് മാത്രമേ നമുക്ക് എന്ത് കുറച്ച് ടൈം എടുത്തുള്ളൂ. ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. എളുപ്പത്തിൽ ചെയ്യുന്നത് ടോട്ടൽ എമൗണ്ട് 1088. ടോട്ടൽ എമൗണ്ട് എത്ര കിട്ടണ്ടേ 60 126 196 കിട്ടും 204. അപ്പൊ 204ന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് എത്ര 1088. നമുക്ക് എന്തിനു വേണം ഫസ്റ്റ് ക്ലാസ്സിൽ നിന്നുള്ള കളക്ഷൻ. ഫസ്റ്റ് ക്ലാസ്സിൽ നിന്നുള്ള കളക്ഷൻ എത്രയാണ് 60 യൂണിറ്റിന്റെ വാല്യൂ വേണം. നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഡേറ്റ് സം അപ്ലൈ പറ്റില്ല. 204 ഗുണം എത്ര ആണത് 4 ചുക്ക്. ഓക്കെ 6 വെച്ചിരുന്നോട്ടെ 6 വെച്ചിട്ടുമ്പോൾ 10 6 വെച്ചിട്ടുമ്പോൾ 6 3 18 ബാക്കി 24 6 34 വേറെ ഇനി ഡേറ്റ് സം അപ്ലൈ ചെയ്യാം. 3 4 7 4 9 നോക്കണ്ട 8 8 4 32 5 ഡേറ്റ് സം 5 വരുന്ന ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ ഡി നമുക്ക് എന്ത് ആൻസർ. ഇത് വെട്ടി ചെയ്യണം 34 ഗുണം എത്രയെങ്കിലും ആയിരിക്കും ചെയ്താൽ മതി. ഓക്കെ 6 വെച്ചിട്ട് 7 വെച്ചിട്ട് അതെന്താ നോക്കുക. ഡേറ്റ് സമ്മിന്റെ ക്ലാസ്സും ചെയ്തിട്ടുണ്ട്. ഡേറ്റ് സം നമുക്ക് എന്ത് വരും ഡേറ്റ് സം 7. ഓക്കെ അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം എന്ത് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത എക്സാമിന് എങ്ങനെ ആയിരിക്കും ചെയ്യേണ്ടത്. എക്സാമിന് നിങ്ങൾ ഈ ഒരു കാര്യം ഞാൻ ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്നുകൂടെ എന്ത് ചെയ്യാം സെറ്റ് ചെയ്യാം. ഒന്നുകൂടെ സെറ്റ് ചെയ്തിട്ട് എക്സാമിന് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. എക്സാമിന് എങ്ങനെ ചെയ്യണം കാണിച്ചു തരാം. എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് ചെയ്തിട്ട് ഓക്കെ എക്സാമിന് നമ്മളിങ്ങനെ ചെയ്യും. എക്സാമിന് ചെയ്യേണ്ടത് ഡയറക്റ്റ് 8:6:3 ആയിരുന്നു കിടന്നത്. ഫസ്റ്റ് 1/6 കുറച്ചു. അപ്പോൾ 8 എന്തായി 8ന് 1/6 8 × 8 ആയി 8 8നെ 5/6 കൊണ്ട് ഗുണിച്ചു. രണ്ടാമത്തെ എന്ത് തോന്നുന്നു 6 6നെ 11/12 കൊണ്ട് ഗുണിച്ചു. മറ്റേത് 3 ആയിട്ട് തന്നെ നടന്നു. പിന്നെ ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് ഇയർ തേർഡിലെ റേഷ്യോ നമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രൈസിന്റെ നമ്പർ ഇവിടെ 9 കൊണ്ട് ഗുണിച്ചു, ഇവിടെ 12 കൊണ്ട് ഗുണിച്ചു, ഇവിടെ 26 കൊണ്ട് ഗുണിച്ചു. ഓക്കെ ഇത് മാറ്റാൻ വേണ്ടി എല്ലായിടത്തും 12 കൊണ്ട് ഗുണിക്കാം. 12 കൊണ്ട് കഴിയുമ്പോൾ എന്താവും ഓക്കെ കോമൺ ആയിട്ടുള്ള വെട്ടികളെ ഓക്കെ 12 പോയി ഇവിടെ ഓക്കെ വേറെ കൗണ്ട് എടുക്കാം. അങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം നമുക്ക്. ഓക്കെ 2 വെച്ചിട്ടുമ്പോൾ ഇവിടെ 3 2 വെച്ചിട്ടുമ്പോൾ ഇവിടെ 4 അടിയിൽ വരുന്ന ഇതേ ഉള്ളൂ 3 ഉള്ളൂ. അപ്പോൾ 3 കൊണ്ട് എല്ലായിടത്തും ഗുണിക്കുക. അപ്പോൾ എന്തോരും 27 ഗുണം 3 കൊണ്ട് ഗുണിച്ചാൽ 9 3 27 ഗുണം 4 ഗുണം 5 അത് എഴുതാമല്ലോ. 108 × 5 എത്രയാണ് 540 റേഷ്യോ. അടുത്ത കോമൺ ആയിട്ടുള്ള വെട്ടികളെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്തോരും 66 ഗുണം 3 ഓക്കെ 66 ഗുണം 3 റേഷ്യോ. ഓക്കെ ഇവിടെ 3 ഗുണം 26 × 3 അപ്പം 78 ഗുണം
3. എല്ലായിടത്ത് 3 കളയുമ്പോൾ എന്ത് വരും? ഈ 3 പോയി ഇവിടെ 180 വരുമോ? കാൽക്കുലേഷൻ തെറ്റുമോ? 66 എഴുത്തട്ടും കിട്ടി. നമുക്ക് എവിടെയെങ്കിലും ഇവിടെ കാൽക്കുലേഷൻ തെറ്റിക്കാണ്. അല്ലല്ല, ഈ 3 വെട്ടുമ്പോൾ ഇവിടെ 3 ഇല്ലല്ലോ. 3 അവിടെ വെട്ടിപ്പോയല്ലോ. അവിടെ വെട്ടിപ്പോയി. താഴത്തെ 3 വെട്ടിപ്പോയി. ഡയറക്റ്റ് എന്ത് ചെയ്യാം? അങ്ങനെ ചെയ്യാം. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് വരും? നമുക്ക് 60 വരും. അപ്പോൾ 60/60/66/78 നമുക്ക് കിട്ടും. ഡയറക്റ്റ് കിട്ടും. ഇത് എന്ത് ചെയ്യുക? കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 204 കിട്ടുമ്പോൾ 1088 നമുക്ക് എത്ര വില വേണം? 60 വില വേണം. നമുക്ക് ഏത് രീതി വേണമെങ്കിൽ ചെയ്യാം. 60 ചുറ്റി കഴിഞ്ഞാൽ അതായിരിക്കും എളുപ്പം. ഡിറ്റ് സം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 320 കിട്ടും. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും ചെയ്യാം. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ കോയിൻസ്. ഓരോ കോയിൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും. കോയിൻസ് ബേസ്ഡും ഏജസും ഒക്കെ നമുക്ക് ഇതിൽ ചെയ്യാം. എന്ത് ചെയ്യാം? എന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് റേഷ്യോയുടെ ചാപ്റ്റർ നിർത്താം. അപ്പം ഇത് എല്ലാവരും നന്നായിട്ട് കണ്ടിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ കമൻ്റായിട്ട് ചോദിക്കുക. എല്ലാത്തിനുള്ള മറുപടി, എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അത് മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും പറയാം. അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. നന്നായിട്ട് എല്ലാവരും എന്ത് ചെയ്യും? പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.